സ്വാഗതം. ഇത് വളരെ പ്രത്യേകതയുള്ള ഒരു വിഷയമാണ് ലഹന്നാൻ സാറിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. പേര് കേട്ടപ്പോൾ എനിക്ക് പോലും പരിചയമില്ലാത്ത ഒരു പേരായിരുന്നു. എങ്കിലും അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കടന്നപ്പോഴാണ് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ്. ഒരുപക്ഷെ ഡെയിലി പത്രവാർത്തകളിലൂടെയും മീഡിയകളിലൂടെയൊക്കെ നമ്മൾ കാണുന്ന പല സാഹചര്യങ്ങളും ഈ ഒരു ഡിസോർഡറിന്റെ പാർട്ടാണെന്ന് ചിന്തിക്കുമ്പോഴാണ് അതിന്റെ ആ ശാസ്ത്രീയ നാമത്തിൽ തന്നെ ഒന്ന് തിരിച്ചറിയേണ്ട അത്യാവശ്യം നമ്മൾ കാണുന്നു. സോ ഇന്ന് നമ്മൾ വളരെ പ്രത്യേകതയുള്ള ഒരു വിഷയമാണ് ലഹന്നാൻ സാറിലൂടെ കേൾക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിന് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരു അറിവ് വേണ്ടത് തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പീഡോഫീലിയ എന്ന് പറയുന്ന ഈ ഒരു വിഷയത്തെക്കുറിച്ച് ലഹന്നാൻ സാറിലൂടെ നമുക്ക് കേൾക്കാം. നിങ്ങൾ എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട ലഹന്നാൻ സാറിനെ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. ലഹന്നാൻ സാർ, യുവർ വെൽക്കം. സർ, ആദ്യമേ തന്നെ കൈവിട്ട് വിഷു ആശംസകൾ നൽകുകയാണ്. നാളെ നല്ലൊരു കണി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. അത് ഈ വർഷം മുഴുവൻ തുടരട്ടെ എന്ന ആശംസകൾ ഹൃദയത്തിന്റെ ഭാഷയിൽ ആദ്യം തരികയാണ്. രണ്ടാമത്, നമ്മൾ ഈ സെഷൻ തുടങ്ങുന്നതിന് മുമ്പൊക്കെ ഒരു 10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് സുഖകരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കയറിയ ശേഷമാണ് നമ്മുടെ ക്ലാസ്സുകളിലേക്കൊക്കെ നമ്മൾ പോവുക. അങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന സാബു സാറിന് വളരെയേറെ നന്ദി പറയുക. പലപ്പോഴും വായിക്കുകയും അത് ചിലപ്പോഴൊക്കെ ഒന്ന് എഴുതി വയ്ക്കുകയും ചെയ്യും. ഇന്നത്തെ ഈ ക്ലാസ് യഥാർത്ഥത്തിൽ നമ്മുടെ മുറ്റത്ത് കളിക്കുന്ന കുട്ടിയോട് നാം തന്നെ ചെയ്യുന്ന അപരാധങ്ങളാണ്. അതിന് വഴിയൊരുക്കുകയാണ് നാം അറിയാതെ. പീഡോഫീലിയ എന്ന ഒരു മാനസിക വൈകൃതം രതിവൈകൃതത്തിലേക്ക് കയറ്റിക്കൊണ്ടുപോയി നമ്മുടെ കുഞ്ഞുങ്ങളെ തകർക്കുന്നൊരവസ്ഥയാണ് ഉള്ളത്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഒരു കണക്കിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നാം ഏറ്റെടുക്കണം, മാതാപിതാക്കൾ ഏറ്റെടുക്കണം. എന്നിട്ട് അവരൊന്ന് ഉറക്കെ ചിന്തിക്കുക, ഞാനൊന്ന് ഇങ്ങനെ ആയിരുന്നെങ്കിൽ. അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കയറ്റി വിടാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ഓമന മക്കളെ രതിവൈകൃതങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഈ പീഡോഫിലിസ്റ്റുകളെ നാം തിരിച്ചറിയണം. അത്ര എളുപ്പവുമല്ല. അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അവരെ കണ്ടെത്താൻ എളുപ്പമല്ല എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു രോഗത്തെ പറ്റിയും അതിൻ്റെ ചില കാരണങ്ങളെ പറ്റിയൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് മാനസിക രോഗികളാണ്. ആ മാനസിക രോഗികളുടെ ഭീകരാവസ്ഥയെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. പലപ്പോഴും സംഭവിക്കുന്നത് തിരിച്ചറിയപ്പെടാതെ പോകുന്ന ആളുകളാണ്. ഈ പീഡോഫിലിയ അതൊരു സെക്ഷൽ ഫീലിംഗ് ആണ്, ഒരു മാനസിക വൈകല്യമാണ്, മാനസിക അവസ്ഥയാണ്. അവരുടെ പ്രവൃത്തി എന്ന് പറയുന്നത് കുട്ടികളോടുള്ള അതിര് കവിഞ്ഞ ഒരു ആകർഷണം. ഈ പെൺകുട്ടികളാണെങ്കിൽ വയസ്സറിയുന്നതിന് മുമ്പ് പ്രീ പ്യൂബറ്റിക് പീരിയഡ്, അത്തരം കുട്ടികളോടാണ്. പുരുഷന്മാരിലും പ്ലസ് കുറച്ച് വളർന്ന അഡോളസന്റ്, ഓൾഡായ അഡോളസന്റ്, എന്നാൽ അവരങ്ങ് ജീവിതത്തിലേക്ക് എത്തിയിട്ടില്ല. ഈ 2 വിഭാഗങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെട്ടു പോകുന്നത്. പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും ഈ കാര്യത്തിൽ ഇവരുടെ പുറകെയുണ്ട്. അവര് ആൺകുട്ടികളെയാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോ ഇൻ കൺവെൻഷണൽ യൂസേജ് ഇറ്റ് ഈസ് എ psychosexual disorder generally affects adults. It is an attraction to prepubescent children, generally under the age 10. It is not the attraction to all minors.
എല്ലാത്തരം മൈനർ കുട്ടികളോടും ആ ഒരു താല്പര്യം നമുക്കുണ്ടാവില്ല, അവർക്കുണ്ടാവില്ല. ചില പ്രത്യേക കുട്ടികളോടാണ് മാനസികമായിട്ടുള്ള ശക്തമായൊരു അടുപ്പം ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ കാരണങ്ങളെ കുറിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് ചിന്തിക്കണ്ടേ? കാരണങ്ങളിലേക്ക് പറയുന്നത്, പിഡോഫീലിയ ഈസ് എ മെന്റൽ ഇൽനെസ്. അത് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുക. അതൊരു ഇൽനെസ് ആണ്, മെന്റൽ ഇൽനെസ് ആണ്. ഇത് തുടക്കത്തില് പലപ്പോഴും പലരുടെയും ജീവിതാഭിലാഷങ്ങൾ, ചെറുപ്പത്തിൽ ചിന്തിച്ചു കൂട്ടിയ ജീവിതാഭിലാഷങ്ങൾ നടക്കാതെ പോകുമ്പോൾ ഒരു നഷ്ടബോധത്തോടെ അവർ ജീവിതം ആരംഭിക്കുകയാണ്. ഒരു നഷ്ടബോധത്തിന്റെ ഉടമയായി അവർ മുന്നേറുകയാണ്. അതിൽ നിന്നുണ്ടാവുന്ന അവസ്ഥ കുറ്റകരമായ പ്രവൃത്തിയായ അബ്യൂസിങ് എ ചൈൽഡ് എന്ന കുറ്റം ചെയ്യാൻ അത്തരക്കാർക്ക് ആസക്തിയേറെയാണ്. അബ്യൂസിങ് എ ചൈൽഡ്, അതാണ് കുറ്റം. അത്തരം ഒരു കുറ്റം ചെയ്തുകൊണ്ട് തനിക്കെത്താൻ പറ്റാത്ത അതിന് പ്രതികാരം എന്ന പോലെയുള്ള ഒരു മനോഭാവമാണ് അവിടെ ഉണ്ടാവുന്നത്. അത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തുകൊണ്ട് അവർ ആനന്ദം കണ്ടെത്തുകയാണ്. അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ വസന്തത്തെ തിരിച്ചു പിടിക്കാനുള്ള ആനന്ദം കണ്ടെത്തുകയാണ് അവര്. ഇത്തരം പ്രവൃത്തികൾക്ക് ഇരയാവുന്നത് ആരാണ്? നമ്മുടെ സ്വന്തം ഓമന മക്കൾ. നമ്മുടെ സ്വന്തം ഓമന മക്കളാണ് അത്തരം നീചമായ പ്രവൃത്തിക്ക് ബലിയാടാവുന്നതെന്ന സത്യം നാം മനസ്സിലാക്കണം. അടുത്ത കാര്യം, രണ്ടാമത്തെ ഒരു കാര്യമുള്ളത്, ബാല്യകാലത്ത് ലൈംഗിക ചൂഷണം സ്വന്തം വീട്ടിൽ നിന്ന് അനുഭവിച്ചവരാണ്. സ്വന്തം വീട്ടിൽ പീഡനങ്ങൾ അനുഭവിച്ചവരാണ്. ലൈംഗികമായ ചൂഷണം, പീഡനം അനുഭവിച്ച ധാരാളം കുട്ടികൾ നമ്മുടെ മുന്നിലുണ്ട്. അത്തരം ധാരാളം കുട്ടികൾ. അതുകൊണ്ട് തന്നെയാണ് ഈ പിഡോഫീലിയ എന്ന മാനസിക രോഗാവസ്ഥയെ കൂടുതൽ നാം അടുത്തറിയണം എന്ന് പറയുന്നത്. സ്വന്തം വീട്ടിലുണ്ട്, പുറത്തേക്ക് ഇറങ്ങണ്ട. അതിന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയുകയാണ് അങ്ങനെ ഉള്ളതിൻ്റെ. ഒരു കുടുംബത്തില് ഭർത്താവും ഭാര്യയും ഒരു പെൺകുട്ടിയുമാണുള്ളത്. ഭർത്താവ് ജോലിക്ക് പോയാൽ 2 ആഴ്ച 3 ആഴ്ച ഒക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോ അങ്ങനെ ഈ അമ്മയും മകളെയും മാത്രം ഒറ്റയ്ക്കാക്കി പോകാൻ വയ്യ എന്ന മനസ്ഥിതി കൊണ്ട് ഈ കുട്ടിയുടെ അമ്മാവനെ തന്നെ ഈ വീട്ടുകാര്യങ്ങളിലേക്കൊന്ന് ശ്രദ്ധിക്കാനായിട്ട് പറഞ്ഞിരുന്നു. ഒരു ദിവസം സ്വന്തം മോളെ ഈ ആങ്ങള് പീഡിപ്പിക്കുന്നത് അമ്മ നേരിൽ കാണുകയാണ്. അമ്മ ബഹളമുണ്ടാക്കി, പൊട്ടിക്കരഞ്ഞു, അത്യുഗ്രമായ സ്ഫോടനം ഉണ്ടാക്കി അവിടെ. പക്ഷേ ആങ്ങള് ഒറ്റ കാര്യമേ പറഞ്ഞത്, നിർത്തിയില്ലെങ്കിൽ ഇത് മറ്റൊരാളെ അറിയിച്ചാൽ നിന്റെ വിവാഹത്തിന് മുമ്പുള്ള ചില കാര്യങ്ങൾ എനിക്കറിയാം, ദുർനടപ്പുകൾ, അത് ഞാൻ ഭർത്താവിനെ അറിയിക്കും. പറയുന്നത് ആരാണെന്ന് മനസ്സിലായോ? സ്വന്തം ആങ്ങളെയാണ് ഈ ഭീഷണി അവരുടെ മുമ്പിൽ എത്തിക്കുന്നത്. അതവിടെ തണുത്തുറച്ചു എന്ന് വിചാരിച്ചുവെങ്കിലും ആ സ്ത്രീയുടെ ഉള്ളു പിടച്ചത് കൊണ്ട് അത് പെറ്റീഷനായി. ആ വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെട്ടു, ജയിലിൽ അടയ്ക്കപ്പെട്ടു. ഞാൻ ആദ്യം പറഞ്ഞത് കുടുംബത്തിൽ നിന്ന് തന്നെ ഇതുണ്ടാവാം. സാഹചര്യങ്ങൾക്കനുസരിച്ച് അവരത് മുതലെടുക്കുന്നു എന്ന് മാത്രം. മറ്റൊരു കഥ കൂടെ പറഞ്ഞിട്ട് ആ ഉദാഹരണം ഞാൻ നിർത്താം. ഇന്ന് ആ കുട്ടിക്ക് 17 വയസ്സാണ്. ആ കുട്ടി ഹോസ്റ്റലിലാണ് നിന്ന് പഠിക്കുന്നത്. മറ്റു കുട്ടികള് ഹോസ്റ്റൽ അടയ്ക്കുമ്പോൾ വീട്ടിലേക്ക് പോകും. ഈ കുട്ടി വാർഡനോട് പറഞ്ഞു, ഞാൻ വീട്ടിൽ പോവില്ല. എന്ത്? എനിക്ക് പോകാൻ ഇഷ്ടമല്ല. വാർഡൻ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു അന്വേഷണം നടത്തിയപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി ഒരു നല്ലൊരു കൗൺസിലറുമായി ബന്ധപ്പെട്ട് ഒരു കൗൺസിലിങ്ങിന് ശേഷം കുട്ടി തുറന്നു പറഞ്ഞു, 5 വയസ്സ് മുതൽ എൻ്റെ അച്ഛൻ എന്നെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നു. 5 വയസ്സ് മുതൽ. ഹോസ്റ്റലിൽ പോയി ഹോസ്റ്റലിലേക്ക് എത്തിയത് അമ്മയ്ക്ക് വിവരം അറിയാം.
അമ്മ അച്ഛനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നിന്നെ ഞാൻ ഇവിടുന്ന് രക്ഷിക്കാം, എനിക്ക് എൻ്റെ ഭർത്താവിനെ തടഞ്ഞു നിർത്താൻ ഒക്കില്ല എന്ന മുട്ടിന്യായം പറഞ്ഞു നിർത്തുകയാണ് ചെയ്തത്. ആ കുട്ടിയെ സ്കൂളിലേക്ക് വിടുമ്പോൾ അവിടുത്തെ ഹോസ്റ്റലിൽ തങ്ങാനാണ് നിർദ്ദേശിച്ചത്. അമ്മയുടെ സഹായത്തോടെ കുട്ടി ഹോസ്റ്റലിൽ തങ്ങുകയാണ് ചെയ്തത്. അപ്പൊ നോക്കൂ, ഒന്ന് അമ്മാവനാണെങ്കിൽ അടുത്തത് അച്ഛനാണ്. ഈ രണ്ടു പേർക്കും അമ്മാവനും അച്ഛനും ഉണ്ടായിരുന്നത് ഈ വൈകൃത മനോഭാവമാണ്. ഈ മാനസിക അവസ്ഥ അതായിരുന്നു. അവര് കുറ്റക്കാരാണോ എന്ന ചോദ്യത്തിന് ആണെന്നും അല്ലെന്നും നമുക്ക് പറയാം. പക്ഷെ ആണോ എന്ന് നാം ഉറപ്പിക്കുക. അവര് പിന്നീട് ആ കുട്ടിയെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ആ അമ്മ ആ കഥ മൂടി വെച്ചു എങ്കിലും പിന്നീട് കുട്ടിയെ ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് എത്തിക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞതോടുകൂടിയാണ് സമാധാനമായത്. ഇതിൽ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരക്കാരെ നമുക്ക് തിരിച്ചറിയാൻ വളരെ പ്രയാസം. അവര് കുട്ടികളോട് നല്ല പെരുമാറ്റമാണ് കാണിക്കുക. ആകർഷണീയമായ പെരുമാറ്റത്തിലൂടെയാണ് ആ കുട്ടികളെ അവര് ലൈംഗികമായ ചോദനയിലേക്ക് എത്തിക്കുന്നത്. ലൈംഗികമായ ഒരു സമ്മതം കൊടുക്കാൻ കുട്ടിക്ക് അറിയില്ല. കുട്ടിയുടെ വളർച്ച അത്രേ ആയിട്ടുള്ളൂ. അവരുടെ സമ്മതത്തോടു കൂടി അല്ല അത് ചെയ്തത്. ഇത് നിയമവിരുദ്ധമാണ്. ഈ നിയമവിരുദ്ധം ഗൗരവമേറിയ ഒരു കുറ്റകൃത്യമാണ് എന്ന് കരുതിയിട്ട് കേന്ദ്ര ശിശു വനിതാ മന്ത്രാലയം നടത്തിയ ഒരു പഠനമുണ്ട്. കേന്ദ്ര ശിശു വനിതാ മന്ത്രാലയം അവർ പറഞ്ഞത് ഏതാണ്ട് 53.22% കുട്ടികൾ ഒന്നോ അതിലധികമോ തവണ ഈ പീഡനത്തിന് ഇരയായവരാണ്. അതിൽ 90% കുട്ടികളും ലൈംഗിക ചൂഷണത്തിന് ഇരയായവരാണ് പൂർണ്ണമായും. അവരുടെ ആ റിപ്പോർട്ട് സത്യത്തില് നിയമമാറ്റത്തിന് പോലും സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയാണ് ചെന്നത്. അതുമാത്രമല്ല, അവരതിൽ വ്യക്തമാക്കിയിരുന്നു, ബന്ധുക്കളിൽ നിന്നും തൊട്ട് അയൽക്കാരിൽ നിന്നും ഒക്കെ തന്നെയാണ് ഈ പീഡനങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരം ആളുകളെ തിരിച്ചറിഞ്ഞ് നമ്മുടെ മക്കളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഗൗരവമായി തന്നെ നമ്മൾ ഏറ്റെടുക്കും. ഈ അടുത്ത കാലത്തെ റിപ്പോർട്ടുകൾ കണ്ടില്ലേ? മിനിങ്ങാന്നൊരു റിപ്പോർട്ട് പറഞ്ഞു, 5 വയസ്സുകാരിയെ ഒന്നിലേറെ ആളുകള് ലൈംഗികമായി പീഡിപ്പിച്ച് കഴുത്ത് ഞെരിച്ച് കൊന്നു വലിച്ചെറിഞ്ഞു. 5 വയസ്സുകാരി, ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. അതിനു മുമ്പ് അതേപോലെ തന്നെയായിരുന്നു ആലുവായി. അപ്പൊ ഇത്തരം ഈ പിഡോഫിലിസ്റ്റുകളെ നമ്മൾ കണ്ടുപിടിക്കാൻ താമസമെടുക്കും എങ്കിലും അതിൻ്റെ രീതിയിലുള്ള ഒരു കണ്ണ് നമ്മുടെ മക്കളിലേക്ക്, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും, മുന്നേറ്റ് വെക്കണമെന്നൊരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ആ കുട്ടികളോട് ആകർഷണീയമായ രീതിയിലാണ് അവർ പെരുമാറുന്നത്. സമ്മാനങ്ങൾ കൊടുക്കാൻ അവർക്ക് യാതൊരു പ്രയാസവുമില്ല. അപ്പൊ സമ്മാനങ്ങളും ആകർഷണീയമായ പെരുമാറ്റങ്ങളും നമ്മളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ കൊടുക്കുമ്പോഴെങ്കിലും ശ്രദ്ധിക്കുക. നമ്മുടെ വശത്തുനിന്ന് ശക്തമായ ശ്രദ്ധ അവിടെ വേണം. നമ്മുടെ നാട്ടില് ഈ ഇത്തരം കുട്ടികളെ അവരുടെ കൈകളിൽ എത്താനായിട്ട് വലിയ പ്രയാസമൊന്നുമില്ല. എപ്പോഴും നമ്മൾ അടച്ചുപൂട്ടി അങ്ങനെ ഒരു സാഹചര്യത്തിലല്ല നമ്മുടെ കുട്ടികൾ വളരുന്നത്. വളരെ സ്വതന്ത്രമായ രീതിയിലാണ് അവർ വളരുന്നത്. അതുകൊണ്ട് തന്നെ നാം ഒരുക്കി കൊടുക്കുന്ന സാധ്യതകളാണ് അവർ മുതലെടുക്കുന്നത്. അപ്പൊ അവിടെ ഇത്തരമൊരു സാഹചര്യം, സ്വതന്ത്രമായൊരു സാഹചര്യം ഈ ഇരപിടിയന്മാരെ അതിനെ സഹായിക്കുന്നു എന്നുള്ള വസ്തുത നാം അറിയുക. അപ്പൊ നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ നമ്മൾ പറയും പ്രൈം ടൈം അവർക്ക് കൊടുക്കണം, സ്നേഹം കൊടുക്കണം, സ്നേഹിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം എന്നൊക്കെ പറഞ്ഞാലും അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ശ്രദ്ധ അവരുടെ പുറകിൽ ഉണ്ടാവണം. നാലാമതൊരു കാര്യം പറയുന്നത്,
ഇതില് ചികിത്സ ഫലപ്രദമല്ല. ചികിത്സയിലൂടെ മാറ്റിയെടുക്കാൻ ശ്രമങ്ങൾ നടത്താമെങ്കിലും പൂർണ്ണമായും അത് ഫലപ്രദമല്ല എന്നുള്ളതാണ് സാഹചര്യം. പീഡിയോഫിലിയ ഒരു ക്രിമിനൽ കുറ്റം എന്നതിലുപരി ഒരു മാനസിക വൈകല്യമായി അനുഭവപ്പെടുന്നു. ഇവർ ഏതെങ്കിലും കേസിൽ ജയിൽവാസം അനുഭവിച്ചു എന്നിരിക്കട്ടെ, ഒരു കേസിൽ നിന്ന് പുറത്തു വന്നാൽ അവർക്ക് യാതൊരു മനംമാറ്റവും ഉണ്ടാവാറില്ല. സാഹചര്യങ്ങൾക്കനുസരിച്ച് വീണ്ടും അതേ ലൈംഗിക ആസക്തി പ്രകടിപ്പിച്ച് കുറ്റകൃത്യം ചെയ്യുന്നതിന് യാതൊരു മടിയും അവർക്കുണ്ടാവില്ല. അവർ കുട്ടികൾക്കായി എപ്പോഴും മൗനമായി നിശബ്ദമായി വല വിരിച്ചുകൊണ്ടേയിരിക്കും. അതിൽ ഉൾപ്പെടുന്നത് നമ്മുടെ കുട്ടികളാവാം. നമ്മുടെ അശ്രദ്ധ കൊണ്ട് ആ വലയിൽ നാം ചെന്ന് പേടാതിരിക്കും. അപ്പോ ഇവര് ജയിലിൽ നിന്ന് പുറത്തു വന്നാൽ ആ ലൈംഗിക ആസക്തി, ആശ എന്ന വാക്കിന് പകരം ഞാൻ ആസക്തി എന്നാണ് പറയുന്നത്, ആ ആസക്തിയുമായിട്ടാണ് ഇവർ വരുന്നത്. അവരുടെ മുൻപിൽ അപ്പോൾ പ്രതികാരത്തിന്റെ അവസ്ഥ കൂടുതലായി. അവിടെ അവർ വിരിക്കുന്ന വലയിലേക്ക് നമ്മുടെ കുട്ടികളെ വിടരുത്, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. നാം എന്താണ് ചെയ്യേണ്ടത്? അതിന് ഇത്തരക്കാരെ ചികിത്സിക്കുക സാധ്യമല്ല. ചികിത്സിച്ച് മാറ്റാനുള്ള ശ്രമം പ്രായോഗികവുമല്ല. പല രോഗികളും ഇവരിലെ രോഗാവസ്ഥ സമ്മതിച്ചു തരില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് അവർ ഒരു കാരണവശാലും സമ്മതിക്കുകയില്ല. ഇത്തരം മാനസികാവസ്ഥ ഉള്ളവർ സമൂഹത്തെ ഭയന്ന് സ്വന്തം അളയിൽ മയങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ്. സമൂഹത്തെ അവർക്ക് പേടിയാണ്. കാരണം അവർ ചെയ്യുന്നത് കുറ്റകൃത്യമാണെന്ന ബോധം അവർക്കുണ്ട്. പക്ഷെ അവരാൽ തന്നെ നിർബന്ധിക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. അവർ തീർച്ചയായും അപകടകാരികളാണ്. ഈ അപകടകാരികളെ നമ്മുടെ കണ്ണിൽ നാം കാണാൻ ശ്രമിക്കുക. അതിനുള്ള അറിവ് നമുക്ക് നേടുക. പലരുടെയും അറിവുകൾ പങ്കുവെക്കപ്പെടാതെ പോകുന്നു. പങ്കുവെക്കപ്പെട്ട അറിവുകളാണ് നമ്മളെ ഇവരെ പോലെയുള്ള ആളുകളെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നത്. നമ്മൾ അവരിൽ നിന്ന് അകന്നു നിൽക്കുക, മറ്റൊന്നും ചെയ്യാനില്ലല്ലോ. നാം അവരുടെ വഴിയിലേക്ക് നമ്മുടെ കുട്ടികളെ സഞ്ചരിക്കുന്നതിൽ നിന്ന് തടയുക. നാം അവരിൽ നിന്ന് നമ്മളെ കുട്ടികളെ അകറ്റി നിർത്താനായിട്ട് സഹായിക്കും. പല വിദേശ രാജ്യങ്ങളിലും ഈ പിഡോഫിലിസ്റ്റുകൾ ഉള്ള സ്ഥലങ്ങളിൽ, മനസ്സിലാക്കിയ സ്ഥലങ്ങളിൽ അവർ ശക്തമായ ബോർഡുകളാണ് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ബോർഡ് ബിവെയർ ഓഫ് ഡോഗ്സ് എന്നാണ്. പക്ഷെ അവരവിടെ എഴുതി വെച്ചിരിക്കുന്നത് ബിവെയർ ഓഫ് പിഡോഫൈൽസ്. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ സംരക്ഷിക്കൂ. നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ സമയം ചെലവഴിക്കൂ. ഈ വിദേശ രാജ്യങ്ങളിൽ ഇത്തരം ബോർഡുകളാണ് ഇത്തരം പ്രദേശങ്ങളിൽ, കൂടുതൽ സംഭവങ്ങൾ ഉണ്ടാകുന്ന ഈ പ്രദേശങ്ങൾ എഴുതിയിരിക്കുന്നത്. നമുക്ക് പറ്റുന്ന മറ്റൊരു കാര്യം മറച്ചു വയ്ക്കുന്നതാണ്. നമ്മുടെ കുട്ടിക്ക് ഒരു വിഷമം സംഭവിച്ചുവെങ്കിൽ അത് നമ്മൾ മറച്ചു വയ്ക്കും. ഈ മറച്ചു വെക്കൽ, ഇരയുടെ കാര്യം മറച്ചു വെക്കുന്നത് ഈ ചെയ്ത ആളെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. നാം പറയേണ്ടിടത്ത് പറയാതിരുന്നാല് അവർക്കൊന്നും സംഭവിക്കില്ല. അവർ കൂടുതൽ കരുത്താർജിച്ചാണ് വരിക. ഈ പല കേസുകളിലും കുട്ടികൾക്ക് തനിക്കുണ്ടാകുന്ന അനുഭവം പല കാരണങ്ങൾ കൊണ്ട് മറച്ചു വെക്കേണ്ടി വരുന്നുണ്ട്. കുട്ടികൾക്ക് മറച്ചു വെക്കേണ്ടി വരുന്നു. അച്ഛനോ അമ്മയ്ക്കോ അടുത്ത ബന്ധുക്കൾക്കോ ഇത് മറച്ചു വെക്കേണ്ടി വരുന്നു. പ്രത്യേകിച്ച് ബന്ധുക്കൾ ഇടപെട്ട കേസുകളിൽ, അവരാണ് പ്രതികളെന്ന ആ കേസുകളിൽ 100% മറച്ചു വെക്കാനാണ് പലപ്പോഴും ശ്രമിക്കുന്നത്. ഇത്തരം കുട്ടികൾ ഭാവിയിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. ഈ കുട്ടികളില്
വിഷാദരോഗം, അതുപോലെ തന്നെ പാരനോയയില് അകാരണമായി എല്ലാറ്റിനോടും വെറുപ്പുണ്ടാവുക, ഭയമുണ്ടാവുക, ആരെയും വിശ്വാസമില്ലാതിരിക്കുക, എല്ലാം സംശയത്തിന്റെ നിഴലിൽ പിടിച്ചു നിർത്തും. ഇത്തരം അനുഭവങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ഇവരിൽ ഉണ്ടാകുന്ന സ്വഭാവ വിശേഷങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്തുള്ള കാര്യം എന്താ? ഇവര് വിവാഹിതരായാല് പങ്കാളികളോട് താൻ ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്യാൻ മടിയാണ്, ഭയമാണ്. അവിവാഹിതരായ ചില ആളുകളുടെ പുറകിൽ അന്വേഷിക്കുമ്പോൾ ഈ ഒരു കുട്ടിക്കാലത്തെ ദുരനുഭവം അവരെ വല്ലാതെ വിഷമിപ്പിക്കുന്നു, ഭയപ്പെടുത്തുന്നു. അപ്പോൾ വിവാഹം എന്ന ഈ അവസ്ഥയിൽ നിന്ന് പോലും പുറകോട്ട് പോകാൻ അവരെ സഹായിക്കുന്നത് ആ ദുരനുഭവങ്ങളാണ്, മൂടിവെക്കപ്പെട്ട ദുരനുഭവങ്ങളാണ് അതിനവരെ സഹായിക്കുന്നത്. വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ ഭയപ്പെടുന്ന കുട്ടികളുടെ എണ്ണം കൂടി വരുന്നു എങ്കിൽ അതിൻ്റെ പുറകിലേക്കുള്ള കാരണങ്ങൾ നാം അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കുട്ടികൾക്ക് ചികിത്സ കൊടുക്കേണ്ടിയിരിക്കുന്നു. പെഡോഫിലിസ്റ്റിന് ചികിത്സ കൊടുത്തിട്ട് കാര്യമില്ല. പക്ഷെ ആ കുട്ടികൾക്ക് മാനസികമായ ചികിത്സ കൊടുത്ത് അവരെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. ഇവരിൽ ചിലര് അനുഭവിച്ച പീഡനം, ദാറ്റ് ഈസ് സെക്ഷൽ അബ്യൂസ്, വളരുമ്പോൾ പ്രതികാരം പോലെ അവരും ഒരു സെക്ഷൽ അബ്യൂസറായി മാറുന്ന സാഹചര്യങ്ങളും കണ്ടിട്ടുണ്ട്. അത്തരം പല പഠനങ്ങളും നടത്തിയതിൽ നിന്ന് കിട്ടിയതാണ്. എന്നോട് ചെയ്തതിൻ്റെ ഇരട്ടി ചെയ്യാനുള്ള പ്രതികാര വാഞ്ചയുമായി കടന്നു വരുന്ന കുട്ടികളുടെ എണ്ണവും കൂടുതലാണ്. അനുഭവിച്ച ദുരന്തങ്ങൾ, ഇതിനെ നമുക്ക് വിക്ടിം ടു അബ്യൂസർ സൈക്കിൾ, ഇതൊരു ചങ്ങലയായി മാറി വരിക. വിക്ടിം ടു അബ്യൂസ്, അതൊരു സൈക്കിളായി, ഒരു ചങ്ങലയായി, ഒരു വലയമായി നമ്മുടെ സമൂഹത്തിൽ വളരുന്നുണ്ട്. അപ്പോ കുറ്റകൃത്യം മറച്ചു വെക്കുന്നത് തൻ്റെ പോക്സോ നിയമപ്രകാരം അത് കുറ്റകരമാണ് എന്ന് ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ്. മറ്റുള്ളവർ ബന്ധുക്കളാണ് പ്രതികളെങ്കിൽ പൂർണ്ണമായും മറച്ചു വെക്കാൻ. രണ്ടാമത്, തൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് മറ്റുള്ളവർ അറിയാതിരിക്കാനുള്ള തുരകളാണ് ഇതിനെ മൂടി വയ്ക്കാൻ സഹായിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം കുറ്റം ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ചൈൽഡ് ലൈൻ ഇടപെട്ടിട്ട് 12 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ചൈൽഡ് സെക്ഷൽ അബ്യൂസ് CSA കേസുകളിൽ പിടിക്കപ്പെടുന്നത് പിഡോഫൈലുകളാണ് എന്ന് പലപ്പോഴും അവരുടെ റിപ്പോർട്ടുകളിൽ. 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഈ സെക്ഷൽ അബ്യൂസിലേക്ക് കൊണ്ടുവരുന്ന പിടിക്കപ്പെടുന്ന പ്രതികൾ ഈ പിഡോഫിലിസ്റ്റ് എന്ന ആ മാനസിക രോഗത്തിന്റെ അടിമകളാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു സ്കൂളിലെ 40ഓളം ആൺകുട്ടികൾ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു ഒരു സംഭവം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. 40ഓളം കുട്ടികളാണ്, ആൺകുട്ടികളെയാണ്, പെൺകുട്ടികളെ അല്ല ചെയ്തിരിക്കുന്നത്. പിടിക്കപ്പെട്ടപ്പോ അതേ സ്കൂളിലെ അധ്യാപകനായിരുന്നു, പ്രതി അതേ സ്കൂളിലെ അധ്യാപകനായിരുന്നു. പോക്സോ നിയമം 2011 നിലവിൽ വരുന്നത്. അതിനു മുമ്പ് IPC 377 വകുപ്പ് പ്രകാരമാണ് കേസ് ചാർജ് ചെയ്യുന്നത്. അത് കുറെ ദുർബലമാണ്. ഈ 377 വകുപ്പ്, IPCയിലെ 377 വകുപ്പ് ദുർബലമാണ്. അതിനെ ഒന്ന് ശക്തമാക്കി എടുക്കാനാണ് ഈ പോക്സോ നിയമം സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുവന്നത്. ഈ അധ്യാപകൻ 40 പേരെ ദുരുപയോഗം ചെയ്ത അധ്യാപകൻ ഈ 377 എന്ന വകുപ്പിൽ ആണ് അന്ന് ചാർജ് ചെയ്യപ്പെട്ടത്. അദ്ദേഹത്തിന് പുറത്തു വന്നു. മാതാപിതാക്കളെ അദ്ദേഹം വശീകരിച്ചു. കുട്ടികളെയും അദ്ദേഹം ഒന്ന്
സ്നേഹനിലയിൽ കൊണ്ടുവന്ന് തെളിവുകൾ ദുർബലമാക്കിക്കൊണ്ട് ആ അധ്യാപകൻ അവിടുന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. ആ കേസിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു. നോക്കൂ, അതിനുശേഷം അയാളുടെ മാനസികമായ അവസ്ഥ കൊണ്ട് ആ സ്കൂളിൽ നിന്ന് അയാൾ ട്രാൻസ്ഫർ ആയി. എന്നിട്ട് അയാൾ മറ്റൊരു സ്കൂളിൽ പോയി. അവിടെ ഇതേ തുടക്കം കുറിച്ച ഉടനെ തന്നെ പിടിക്കപ്പെട്ടു. അദ്ദേഹം അറസ്റ്റിലായി, ജയിലിലുമായി. ഈ കഥ നാം നേരത്തെ പറഞ്ഞ കഥയുടെ ബാക്കി പത്രമായി ഒന്ന് കൂട്ടി വായിക്കുക. ഇത് നിരന്തരമായിട്ട് ഒന്നിനു പകരം മറ്റൊന്ന്, ഒരു ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മറ്റൊരു കുറ്റം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന മാനസികാവസ്ഥയുള്ള ആളുകളാണ് ഈ പിഡോഫിലിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഈ പിഡോഫിസ്റ്റുകൾ കുറ്റം ആവർത്തിക്കപ്പെടുന്നു എന്നതിനേക്കാൾ ഇവർ ശക്തമായ മാനസിക രോഗത്തിന്റെ അടിമകളായിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ മാനസികാവസ്ഥ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമാകുന്നതിനനുസരിച്ച് അവരുടെ പ്രവൃത്തിയുടെ എണ്ണം കൂടുന്നു. അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ എണ്ണം കൂടുകയാണ്. ഇനി ഈ മാതാപിതാക്കൾ അറിയണം, ഈ മാനസിക രോഗികളെ സാമൂഹ്യമായി നേരിടുന്നതിനുള്ള ചട്ടം 2012 നിലവിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ കാര്യങ്ങൾ മൂടി വെക്കണ്ട, തുറന്നു വിടൂ എന്നാണ് പറയുന്നത്. ഇത് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമമാണ്. ലൈംഗിക ആക്രമണം, ലൈംഗിക പീഡന, ലൈംഗിക ചുവയോടെയുള്ള സ്പർശനം, സംസാരം തുടങ്ങിയ എല്ലാ കുറ്റങ്ങൾക്കും, പ്രത്യേകിച്ച് കുട്ടികളോട്, ഈ നിയമം ആ നിയമത്തിലൂടെ കൃത്യമായി ശിക്ഷയിലേക്ക് പോകാൻ കഴിയും. ഈ മാനസിക അസുഖത്തിന് ചികിത്സ ലഭ്യമാണ്. പൂർണ്ണമായ റിസൾട്ട് കിട്ടും എന്നുള്ളതല്ല, എങ്കിലും ചികിത്സ ഉണ്ട്. അത് പ്രായോഗികമായിട്ട് സൈക്കോതെറപ്പിയും മെഡിക്കേഷനും ഉപയോഗിച്ചുകൊണ്ടത് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കുറേയേറെ ഫലങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പൂർണ്ണമായി മാറുമെന്ന് ഉദാഹരണങ്ങളിലൂടെ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. സൈക്കോതെറപ്പി ഒരു വശത്ത്, 2 മെഡിക്കേഷൻ, മരുന്നും അതിനനുസരിച്ചുണ്ട്. അപ്പോൾ അത്തരമൊരു യാത്രയിലൂടെ മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാകുക, അവരെ മനസ്സിലാക്കി അങ്ങനെ ഒരു യാത്രയിലേക്ക് നമുക്ക് കൊണ്ടുപോകാനുള്ള അവസരം നാം ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ ഭാഗത്തുനിന്ന് സഹായം അത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ ഭാഗത്ത് നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കുന്നതിന് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? ഒന്ന്, നമ്മുടെ കുട്ടികളുടെ ശരീരഭാഗങ്ങളുടെ പേരുകൾ, ഈ സമൂഹത്തിൽ വിളിക്കപ്പെടുന്ന പേരുകൾ എന്ത് എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഏതെങ്കിലും തരത്തിൽ ഒരു പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ അവർക്ക് പറയാം, എൻ്റെ ശരീരഭാഗത്ത് ഇന്ന പേരിൽ വിളിക്കുന്ന അവിടെയാണ് സ്പർശിച്ചത്, അവിടെയാണ് ദ്രോഹിച്ചത് എന്ന് കൃത്യമായി പറയണമെങ്കിൽ ആ അവയവത്തെക്കുറിച്ച് അത് കൃത്യമായി നാം കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. അവർക്ക് അതിനുള്ള അവബോധം ഉണ്ടാവും. അപ്പോൾ മാത്രമേ അവർ സംസാരിക്കാൻ പ്രാപ്തരാകുകയുള്ളൂ. അല്ലെങ്കിൽ അറിവില്ലായ്മയുടെ ദുരന്തങ്ങളായി അത് മാറിപ്പോയി. ഇനി ശരീരസ്പർശനത്തിന്റെ അതിർവരമ്പുകളെ കുറിച്ചും നമ്മുടെ കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതുപോലെ തന്നെ എൻ്റെ സ്വകാര്യത എന്ത്, എൻ്റെ ബാത്റൂം മാനേഴ്സ് എന്ത് എന്നിവ അവരെ പഠിപ്പിക്കണം. നാം പറഞ്ഞു കൊടുക്കണം കൃത്യമായി. പെൺകുട്ടികളാണെങ്കിൽ അമ്മമാരും, ആൺകുട്ടികളാണെങ്കിൽ അച്ഛന്മാരും അത് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. അത്യാവശ്യ സന്ദർഭങ്ങളിൽ അല്പം അവരുടെ സ്വകാര്യ ഭാഗം കാണാനോ സ്പർശിക്കാനോ ആരെയും അനുവദിക്കരുത് എന്നുകൂടെ നാം പറഞ്ഞു കൊടുക്കണം. വാക്കുകളിലൂടെ പേരുകൾ ലഭിച്ച അവർക്ക് നമ്മുടെ സ്വകാര്യതയെ കാണാനും സ്പർശിക്കാനുമുള്ള അനുവാദം മറ്റൊരാൾക്കില്ല. അത് ബന്ധുവാണെങ്കിൽ പോലും എന്ന് ഉറപ്പിച്ചു പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ അവരെ പഠിപ്പിക്കണം. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച് അതെന്ത് എന്നുകൂടെ പറഞ്ഞു കൊടുക്കുക.
ഇനി നമ്മൾക്ക് അവർക്ക് ഉറപ്പിച്ച് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. കുടുംബാംഗങ്ങളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും പരിചിതരാണെങ്കിലും അധ്യാപകരാണെങ്കിലും പുരോഹിതന്മാരാണെങ്കിൽ പോലും അവരുടെ സ്വകാര്യതയിലേക്ക് കയറി നോക്കാനോ തൊടാനോ അനുവാദമില്ല. എൻ്റെ സ്വകാര്യതയിൽ അവർക്ക് ആർക്കും അനുവാദമില്ല എന്ന് ഈ കുട്ടി വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുക, അവരെ ബോധ്യപ്പെടുത്തുക. അവരുടെ ശരീരം പുണ്യമാണ്, അവരുടെ ശരീരം കളങ്കരഹിതമാണ്. അങ്ങനെ സൂക്ഷിക്കേണ്ടത് അവരുടെ നിർബന്ധമായ ജോലിയായി തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇവർക്ക് പോലും ഈ നേരത്തെ പറഞ്ഞ ബന്ധുക്കളോ പുരോഹിതര് അല്ലെങ്കിൽ കൂട്ടുകാര് ഇവർക്കൊക്കെ നിയമം ബാധകമാണ്. ആർക്കും മാറ്റി നിർത്താൻ പറ്റാത്ത നിയമത്തിന്റെ പിടിയിലേക്കോ ഇവർ പോകുമെന്ന് കൂടി പറഞ്ഞു കൊടുക്കുക. നമ്മളൊക്കെ കാണുന്ന ചില അവസ്ഥകളാണ്. മുതിർന്നവരെയും കുടുംബാംഗങ്ങളുടെയും അനാവശ്യമായ ആലിംഗനങ്ങൾ. അവിടെ അതിൻ്റെ ഒരു ആവശ്യമില്ല, പക്ഷെ അത് സംഭവിക്കുന്നു. അതുപോലെ തന്നെ ചുംബനങ്ങൾ, ആലിംഗനത്തെക്കാളേറെ അപകടകരമായ ചുംബനങ്ങൾ, മറ്റു തരത്തിലുള്ള സ്പർശനങ്ങൾ, മറ്റു വാത്സല്യ പ്രകടനങ്ങൾ. നമ്മുടെ മുമ്പിൽ അത് വാത്സല്യ പ്രകടനമാണ്, പക്ഷെ ചെയ്യുന്ന ആൾക്ക് വാത്സല്യ പ്രകടനം അല്ല. അവിടെയൊക്കെ കുട്ടി അസെപ്റ്റീവ് ആവുക. സേ നോ, അരുത്, വേണ്ട വാക്കുകൾ പഠിപ്പിക്കുക. കുട്ടിയെ അസെപ്റ്റീവ് ആക്കേണ്ട ചുമതല മാതാപിതാക്കൾക്കുള്ളതാണ്. അവർക്ക് വേണ്ടി നിന്നു കൊടുക്കാതിരിക്കാൻ പഠിപ്പിക്കുക. മറ്റൊരാൾ നമ്മളെ ഉപദ്രവിക്കുമ്പോൾ അവർക്ക് വേണ്ടി നിന്നു കൊടുക്കാതിരിക്കാൻ, നോ എന്ന് പറഞ്ഞ് പുറത്തു ചാടാൻ ഉള്ള കഴിവ് നമ്മുടെ കുട്ടികൾക്കുണ്ടാക്കി കൊടുക്കുക. അത് നമ്മുടെ കുടുംബത്തിലെ ചർച്ചയായി തന്നെ മുന്നോട്ട് പോട്ടെ. ചെറിയ കുട്ടികൾക്ക് മനസ്സിലാവില്ല എന്ന് ചിന്തിക്കേണ്ട. അവരെ പൂർണ്ണമായും നാം പഠിപ്പിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എൻ്റെ ശരീരം എൻ്റെ അഭിമാനമാണ്. അതാണ് അവർക്ക് കൊടുക്കേണ്ട ഒരു വലിയ പാഠം. എൻ്റെ ശരീരം എൻ്റെ അഭിമാനമാണ്. അത് മുറിപ്പെടുത്താൻ ഞാൻ അനുവദിക്കരുത്. എൻ്റെ ശരീരം എൻ്റെ അഭിമാനമാണ്. അത് മുറിപ്പെടുത്താൻ മറ്റൊരാളെ അനുവദിക്കാതിരിക്കുക. ഈ പാഠം മാതാപിതാക്കൾ പറഞ്ഞു കൊടുത്തേ പറ്റൂ. അത്യാവശ്യമെങ്കിൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ പോലും മാത്രമല്ല, മറ്റൊരാളുടെ സഹായം തേടാൻ അവർ മടിക്കേണ്ടതില്ല എന്ന കാര്യവും കൂടെ പഠിക്കും. ഈ സിറ്റുവേഷനിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം കുട്ടിക്ക് തോന്നിയാൽ മറ്റൊരാളുടെ സഹായം വേണമെങ്കിൽ അത് ചോദിക്കാൻ പോലും മടിക്കരുത്. അതിൽ തെറ്റില്ല എന്ന് മാതാപിതാക്കൾ കുട്ടികളെ പഠിപ്പിക്കുക. പെഡോഫീലിയ പോലുള്ള ഈ രോഗാവസ്ഥ മനോരോഗികൾ കുട്ടികളുടെ അടുത്ത് അവരുടെ സുഹൃത്ത് എന്ന നിലയിലും ഇവിടെ വിശ്വസിക്കാൻ പറ്റിയ ഏറ്റവും വലിയ മനുഷ്യൻ ഞാനാണ് എന്ന ബോധ്യപ്പെടുത്തലും, അങ്ങനെയാണ് അവർ ആ കുട്ടികളോട് അടുക്കുക. ഞാനാണ് നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്ത്, ഞാനാണ് നിന്റെ വിശ്വസിക്കാൻ പറ്റിയ ആത്മസുഹൃത്ത്, നിനക്ക് സഹായം ചെയ്യാൻ കഴിവുള്ള വ്യക്തി ഞാനാണോ എന്ന് ആ കുട്ടിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ആ കുട്ടിയിലേക്ക് കയറി വരുന്നത്. അതിനാല് മാതാപിതാക്കളായിരിക്കട്ടെ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് മാതാപിതാക്കളായിരിക്കും. അതിനായി അവർക്ക് വേണ്ടി നമ്മുടെ പ്രൈം ടൈം കൊടുക്കുക, അവർക്ക് വേണ്ടി അവരോടൊപ്പം ചേരുക, അവരിൽ ഒരാളാവുക. നമ്മൾ ഫ്രണ്ട്ലി ആവുക. ഫ്രണ്ടിനെ പുറത്ത് എവിടുന്നും കിട്ടും, പക്ഷെ ഫ്രണ്ട്ലി ആവുക, അവരിൽ ഒരാളാവുക, അവരോടൊപ്പം സഞ്ചരിക്കുക, അവരോടൊപ്പം കളികളിൽ ഏർപ്പെടുക. കുട്ടികൾക്ക്
കൃത്യമായ സംശയ നിവാരണം കൊടുക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ മക്കൾക്ക് നാം പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്ത് സാമൂഹ്യമായ സംശയങ്ങളുണ്ട്. കൂട്ടുകാരനെ കുറിച്ച് സംശയമുണ്ടാകും. ഈ ലോകത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ അവന്റെ മനസ്സിൽ ഉണരുന്നു എങ്കിൽ അവൻ വളരുന്നു എന്നാണ് അർത്ഥം. അങ്ങനെ വരുന്ന ഈ സംശയങ്ങൾ കൃത്യമായി, മണ്ടൻ തിരുത്തലുകളല്ല ആവശ്യം. അവന്റെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം, സംശയം തീർത്തു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കൾ ഏറ്റെടുക്കണം. അവരെക്കുറിച്ച് അവർക്ക് നാം മറുപടി കൊടുക്കുന്നില്ലെങ്കിൽ അവർ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് മറുപടി വാങ്ങാൻ ശ്രമിക്കും. കുട്ടികളുടെ ലൈംഗികപരമായ ചോദ്യങ്ങളാണ് എങ്കിൽ പോലും നാം അതിന് കൃത്യമായ ഉത്തരം പറഞ്ഞു കൊടുക്കണം. അവരുടെ സംശയം ഇവിടെ ദൂരീകരിക്കപ്പെട്ടില്ലെങ്കിൽ അവർ പിയർ ഗ്രൂപ്പിലേക്ക് പോകും, അവരെക്കാൾ മുതിർന്ന ആളുകളിലേക്ക് പോകും. ഈ പിയർ ഗ്രൂപ്പും മുതിർന്ന ആളുകളും പറഞ്ഞു കൊടുക്കുന്നത് ശരിയാകണമെന്നില്ല. അവരുടെ മനസ്സിലുള്ള ദുരുദ്ദേശം വെച്ച് തെറ്റായ ഉത്തരങ്ങൾ പറഞ്ഞു കൊടുത്താൽ കുട്ടി അത് വിശ്വസിക്കുമെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കും. അങ്ങനെ തെറ്റായി പറഞ്ഞു കൊടുക്കുന്നവരുടെ ഉള്ളിൽ ഒരു ദുരുദ്ദേശമുണ്ട്. ഈ കുട്ടിയെ ദുരുപയോഗം ചെയ്യാനുള്ള സാഹചര്യം വളർത്തിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് മാതാപിതാക്കൾ കൃത്യമായ ഉത്തരം നൽകണം. നമ്മൾ പലപ്പോഴും പറയും, മുട്ടയിൽ നിന്ന് വിരിഞ്ഞില്ല, ചോദിക്കുന്ന ചോദ്യം കേട്ടാൽ തോന്നും. അതോടെ കഴിഞ്ഞു. മാതാപിതാക്കളുടെ അടുത്ത് വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ അവൻ നിർത്തും. ഇവിടുന്ന് കിട്ടില്ല, മറ്റു പലർത്തേക്കും അവൻ ഓടുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ കുട്ടി സെക്ഷൽ അബ്യൂസിന് ഇരയായാൽ അത് നിങ്ങൾ ഗൗരവമായി എടുക്കണം. മറ്റുള്ളവർ അറിയുമോ എന്ന സംശയത്തിൽ അത് മൂടി വെക്കരുത് എന്ന് ഞാൻ പറയുന്നു. ഗൗരവമായി എടുത്ത് അവരെ സഹായിക്കുക, അവരെ പിന്തുണയ്ക്കുക. അവരുടെ മാനസികമായ അവസ്ഥയിൽ നന്മകളിലേക്ക് കയറി വരാൻ നമ്മുടെ സഹായം ആവശ്യമാണ്. നമുക്ക് മാതാപിതാക്കൾ എന്ന് പറയുന്നത് എന്തും തുറന്നു പറയാൻ പറ്റിയ ഒരു വ്യക്തിയാണ്. കുടുംബത്തിനകത്ത് അച്ഛനോടോ അമ്മയോടോ ഇത് തുറന്നു പറഞ്ഞാൽ അപകടം സംഭവിക്കില്ല എന്ന് കൃത്യമായി നാം മനസ്സിലാക്കും. അവരെ സഹായിക്കുക മാത്രമല്ല, അവര് പറയുന്നത് കേൾക്കാനുള്ള ക്ഷമയും. അവിടെ നമ്മുടെ ശകാരമല്ല കൊടുക്കേണ്ടത്. an empathetic approach to our child. നാം സാധാരണ, എനിക്ക് മനസ്സിലായി, നീ ചോദിക്കാൻ വരുന്ന ഒക്കെ മനസ്സിലായി. ഇല്ല, ഒന്നും മനസ്സിലായില്ല. അവന് കൊടുക്കാൻ നമുക്ക് അന്നേരം സമയമില്ല എന്നുള്ളതാണ്. ഉള്ളു തുറന്ന് സംസാരിക്കാൻ നമ്മുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിക്കണം. അവരുടെ ഉള്ളു തുറന്ന് സംസാരിക്കാൻ ഏത് സമയത്താണെങ്കിലും അതിനുള്ള അനുവാദം കൊടുക്കണം, സ്വാതന്ത്ര്യം കൊടുക്കണം. അതിനുള്ള അധികാരവും സ്വാതന്ത്ര്യവും എൻ്റെ മക്കൾക്കുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുക. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം. എനിക്ക് അറിയില്ലെങ്കിൽ ഞാൻ ആ അറിവ് സമ്പാദിച്ച് നിങ്ങൾക്ക് തന്നിരിക്കും എന്ന ഉത്തരമാണ് നാം കൊടുക്കേണ്ടത്. ഇനി അവരെ സ്നേഹിക്കുക. നാം അവരെ സ്നേഹിക്കുന്നു എന്ന സത്യം മറച്ചു വെക്കുന്നതിന് പകരം തുറന്നു കാണിക്കുക. എപ്പോഴാണ് അവസരങ്ങൾ ലഭിക്കുന്നത് അപ്പോഴൊക്കെ നമ്മുടെ സ്നേഹം അവർക്ക് പങ്കുവെക്കുക, തുറന്ന് പ്രകടിപ്പിക്കുക. അവർ നമ്മളിൽ നിന്ന് ഒരടി പോലും വിട്ടുപോവുകയില്ല. നമ്മുടെ മക്കൾ നമ്മളോടൊപ്പം സുരക്ഷിതരായിരിക്കട്ടെ. അവരെ വളർത്തുക. അവിടെ നമുക്ക് അവരോടൊപ്പം സന്തോഷിക്കാം, അവരോടൊപ്പം ജീവിക്കാം. സന്തോഷമായൊരു കുടുംബത്തിന് ചുറ്റുമതിലുകൾ നാം തന്നെ കെട്ടി അവരെ സ്വതന്ത്രമായി വളർത്തുക. എൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു കുടുംബത്തിൻ്റെ നെടുന്തൂണായ അച്ഛനും അമ്മയും ചെയ്യാൻ വിട്ടുപോയ ഒത്തിരി കാര്യങ്ങൾ ഒന്നാലോചിച്ചു നോക്കി പൂർത്തിയാക്കുമ്പോൾ ഫിഡോഫിലിസ്റ്റുകളെ നമ്മുടെ ലിസ്റ്റിൽ നിന്ന് തന്നെ പുറത്താക്കാനായിട്ട് കഴിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്
എന്നെ ശ്രവിച്ച എല്ലാവരോടും എൻ്റെ നന്ദി. വീണ്ടും വിഷുവിൻ്റെ ആശംസകൾ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. എനിക്ക് തോന്നുന്നു മനസ്സിലാക്കിയത്തോളം നമ്മൾ വിഷു എന്ന് പറയുന്നത് പുതിയൊരു വർഷത്തിലേക്കുള്ള പിറവിയാണ്. എങ്ങനെയാണോ സാർ? പുതിയ വർഷമാണോ വിഷു എന്ന് പറയുന്നത്? പുതുവർഷമാണ്. പുതുവർഷത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മെസ്സേജാണ് സാറ് കൃത്യമായിട്ട് നൽകിയത്. നാളത്തെ ദിവസത്തിന് ശേഷം നമുക്കറിയാം നമ്മളുടെ ബാല്യ സാഹചര്യങ്ങളിലേക്ക് തുറന്നു നോക്കുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ. പക്ഷെ ഈ പ്രശ്നങ്ങളെ വേണ്ട രീതിയിൽ അഡ്രസ് ചെയ്യാൻ സാറ് പറഞ്ഞ എക്സാമ്പിളിലൂടെ തന്നെ ഒത്തിരി കാരണങ്ങളുണ്ട്. പലതും തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥ, തുറന്നു പറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ, ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാകുന്ന ചില താളപ്പിഴകൾ കൊണ്ട് നമുക്കിത് ഏറ്റു പറയാൻ പറ്റാതെ വരുന്നത്. ഇങ്ങനെ പല സാഹചര്യങ്ങൾ മുന്നിൽ നിൽക്കുമ്പോഴും നമ്മുടെ മുമ്പിൽ വലിയ തലമുറ, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു തലമുറയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി കൃത്യമായി കറക്റ്റ് സമയത്ത് തന്നെ പ്രതികരിക്കാനുള്ള ആ ഇച്ഛാശക്തി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇപ്പോഴത്തെ തലമുറയുടെ ഒരു പ്രത്യേകത നമുക്കറിയാം. ഒന്നിനും നിയന്ത്രണമില്ലാതെ പോകുന്ന ഒരു തലമുറയുടെ സാധ്യതകൾ ഒരുപക്ഷെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ആകാം, പുതിയ അറിവുകളാകാം, എന്താണെങ്കിലും ഇതിന്റെയൊക്കെ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പേരൻസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ മുതിർന്നവർ എന്ന് പറയുന്ന നിലയിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അറിവാണ്, ഒരു അവയർനെസ് ആണ് സാറിലൂടെ ലഭിച്ചത്. സാറിനോട് ഞാൻ സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞു ഇന്നത്തെ പത്രത്തിൽ വന്ന ഒരു ന്യൂസാണ് ഇതിന് പ്രധാനമായി കാരണമായി. അപ്പൊ അത്രമാത്രം എല്ലാ ദിവസത്തെ ന്യൂസ് പേപ്പറുകളിൽ അല്ലെങ്കിൽ മീഡിയകളിലും ഇതിനുള്ള സാധ്യതകൾ തുറന്നു കിടക്കുമ്പോൾ ഇതിനൊട്ടും ശ്രദ്ധിക്കാതെ പോകരുത് എന്നുള്ള സാറിന്റെ ആ ഉദ്യമം പ്രത്യേകിച്ച് ഈ പുതുവർഷത്തിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പൊ അതുകൊണ്ട് സാറിന്റെ ഏറ്റവും ഹൃദയപൂർവ്വം വിഷു ആശംസിക്കുക, അതോടൊപ്പം നന്ദിയും കൂടെ പറയുക. ഓക്കെ, നമുക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങളിലൂടെ കേൾക്കണം. ജ്യോതികുമാർ സാറുണ്ടോ? ജ്യോതികുമാർ സാർ, അൻസാരി സാർ, റഹീം സാർ, റോയ് സാർ, രമാവതി മാം. റോയ് സാർ പറയും. ആദ്യമായി എല്ലാവർക്കും വിഷു ആശംസകൾ. ഈ സൈക്കോളജിക്കലി അത്ര അപ്രസക്തമായ, പബ്ലിക്കിന്റെ ഇടയിൽ അറിയാൻ മേലാത്ത ചില സെക്ഷുവൽ, അൺനാച്ചുറൽ സെക്ഷുവൽ, പാരാഫിലിയ എന്നാ പറയുന്നത്. പാരാഫിലി ശബ്ദം കുറവാണോ എന്നൊരു സംശയം. കൊച്ച് റോയ് സാറേ, കേൾക്കാവോ സാർ? കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം. അൺനാച്ചുറൽ ആയിട്ടുള്ള സെക്ഷൽ ബിഹേവിയറിനെയാണ് പാരാഫിലിയ എന്ന് പറയുന്നത്. ഈ പാരാഫിലിയ എന്ന കാറ്റഗറിയിൽ പെടുന്ന ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിലൊന്നായ പെഡോഫിലിയ വളരെ ഭംഗിയായി അവതരിപ്പിച്ച മുലയന്നൻ സാറിന് വളരെയധികം അഭിനന്ദനം. അതുപോലെ ഒരു സംഗതിയുണ്ട്, എക്സിബിഷനിസം. ഒരു ഫിലിം സ്റ്റാർ അത് കാണിച്ചതാണ്. ജെനിറ്റൽ ഓർഗൻസ് പബ്ലിക്കായിട്ട് കാണിക്കുമ്പോൾ ഒരു സുഖം അനുഭവിക്കുന്ന ഭാഗം. പിന്നെ അതുപോലെ തന്നെയുണ്ട് ഫെറ്റിഷിസം എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് വസ്തുക്കളിൽ സെക്ച്വൽ, സ്വന്തം ജെനിറ്റൽ ഓർഗൻസ് വസ്തുക്കൾ, അതായത് സ്പോക്സ്, അതുപോലെയുള്ള ഇത് കാണുമ്പോൾ തോന്നുന്ന ചില വികാരം. എക്സിബിഷൻസിന്റെ കാര്യം പറഞ്ഞില്ല. നമ്മുടെ ഒരു ഫിലിം സ്റ്റാറിനെ തന്നെ പിടിക്കപ്പെട്ടതാണ് ഈ ഗ്രൂപ്പുകൾ ഇങ്ങനെ കാണിക്കുക. ഇതിനെല്ലാം ഇതായിട്ട് മറ്റൊരു കാര്യമുള്ളത് ഈ ഫോട്ടോറിസം. നമ്മുടെ ബസ്സുകളിലും തിക്കിലും തിരക്കിലും എല്ലാം അത് ഇങ്ങനെ മറ്റ് ആൾക്കാരെ സെക്സ് ഓർഗൻസ് കൊണ്ട് ടച്ച് ചെയ്യുകയും അതുപോലെ അതിന് വിരോധി കാണുകയും.
ഈ ഫിലോഫിലിയ എന്ന് പറയുന്ന ഭാഗം ഇതെല്ലാം തിരിച്ചറിയാൻ വലിയ പാടാണ് സമൂഹത്തിൽ. ഇവിടെ ഇത് ഫിലോഫിലിയ ഒട്ടും തിരിച്ചറിയൽ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട, അതായത് പുബർട്ടിയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള പ്രായക്കാരിൽ ഒരു അട്രാക്ഷൻ തോന്നുക, സെക്ഷൽ അട്രാക്ഷൻ. അതൊരു അപ്പൊ ഇതിനൊന്നും വലിയ പ്രോപ്പറായ ട്രീറ്റ്മെന്റുകളും ഒന്നും കാണുന്നില്ല, അറിഞ്ഞു കേട്ടിട്ടില്ല. ഏതായാലും ഇത് ഒത്തിരി കുട്ടികളിൽ ഒത്തിരി ബലഹീനത ഉണ്ടാക്കുന്ന ആണ്. എല്ലാം സമൂഹത്തോട് തന്നെ ഒരു വെറുപ്പും, അതുപോലെ തന്നെ മറ്റുള്ളവരോട് ഈ സെക്ഷൽ ആയിട്ടുള്ള ഈ വിരക്തി തോന്നുന്ന കാര്യങ്ങളും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് കഴിക്കുന്നതാണ്. പക്ഷെ ഇത് ഒരു കൗൺസിലിങ്ങിലൂടെയോ അതല്ലെങ്കിൽ ആ രീതിയിൽ സസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരിലൂടെ മാത്രമേ ഇത് ഷെയർ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സാറ് പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. സ്വന്തം മാതാപിതാക്കൾ അതുപോലുള്ള റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനോ അതിനുള്ള പ്രതിവിധി കണ്ടുപിടിക്കുവാനോ പറ്റുകയുള്ളൂ. ഇതിലൊക്കെ ഒരു കാര്യം, നമ്മുടെ സ്വന്തം ആൾക്കാർ തന്നെയാണ് എങ്കിൽ ഇത് പബ്ലിക്കായി കൊണ്ടുപോവാതെ വളരെ ടെൻഷനോടുകൂടി ഇത് നോക്കിക്കൊണ്ടു പോവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആരോടും പറയാനും ഇല്ല, അതിന് എതിർക്കാനും വേറെ മാർഗങ്ങളില്ലാത്ത രഹസ്യമായി ഈ കാര്യങ്ങൾ ഡീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യം. ഇപ്പൊ സാറ് പറഞ്ഞ അമ്മയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. ഏതായാലും ഇതിന് ഉള്ള പ്രതിവിധി സാറ് പറഞ്ഞു. കുട്ടികളെ പ്രോപ്പറായ രീതിയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും അവനവൻ്റെ ശരീരത്തിൻ്റെ പ്രത്യേകതയും അത് മറ്റുള്ളവരെ സ്പർശിക്കുന്നതിനോ മറ്റതിനുമുള്ള അവസരങ്ങൾ ഉണ്ടാക്കാതിരിക്കുകയും അങ്ങനെ വേണ്ടപ്പെട്ടവരെ മാത്രം, അതിനകത്തും പ്രശ്നമുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ സ്വന്തം മാതാപിതാക്കളോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങൾ ഡീൽ ചെയ്യാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഏതായാലും സാറിൻ്റെ ഈ ക്ലാസ് വളരെ, കാരണം ഈ കാര്യങ്ങളൊന്നും ഓപ്പൺ എങ്ങും എവിടെ നിന്നും കിട്ടുകയുമില്ല. ആരും സൈക്കോളജിക്കൽ ബുക്കുകളൊന്നും വായിക്കാനും പോകുന്നില്ല, ഒന്നുമില്ല. പക്ഷേ സാറിൻ്റെ കൗൺസിലിംഗ് എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ വളരെ ഭംഗിയായി സാർ അവതരിപ്പിച്ചു. എല്ലാ വിധത്തിലുള്ള അഭിനന്ദനങ്ങളും ഉലഹന്നാൻ സാർ. താങ്ക് യു സർ. ബാബു സാർ, ഉലഹന്ന സാർ, എല്ലാവർക്കും ഗ്രൂപ്പിലെല്ലാവർക്കും ഹാപ്പി വിഷു നേരുന്നു. ഇപ്പം റോയ് സാറ് പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കിട്ടുന്നത് വളരെ പ്രയാസമാണ്. ചിലപ്പം ഇത്ര കാര്യമായിട്ട്, അതായത് തുറന്ന സംസാരം, തുറന്ന ക്ലാസ്സിൽ എന്താ പറയണ, നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള അവതരണം. കാരണം ഇതിപ്പം എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മുടെ ഇപ്പം പോക്സോ 2012 പ്രകാരം ചില കേസ് മുതലെടുക്കുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. നമ്മളെ കുടുംബത്തില് ഒരു ഉദ്യോഗസ്ഥന് അങ്ങനെ ഒരു പ്രശ്നം പറ്റിയിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നിരുന്നാലും പൈസക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു നാടകം അവിടെ നടന്നു. അത് നമുക്കത് വല്ലാതെ ഫീൽ ചെയ്ത്, അത് അപ്രിയ സത്യങ്ങൾ പറഞ്ഞുകൂടാന്ന് പറയുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല ആ കാര്യം. പിന്നെ ഈ പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഉലഹന്നാൻ സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മള് കാര്യമായിട്ട് അവരെ നല്ലൊരു ഫ്രണ്ട് ആക്കാം. കുട്ടികളെ ചെറുപ്പം മുതൽ നല്ലൊരു ഫ്രണ്ട് ആക്കാം. കാരണം ടീനേജ് എന്നുള്ള പ്രായത്തില് നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും കുട്ടികൾക്ക്. ആ ടീനേജിലാണ് അവർക്ക്, പെൺകുട്ടികൾക്കാണെങ്കിൽ ഒരു തരത്തില്, അതുപോലെ ആൺകുട്ടികൾക്കാണെങ്കിൽ മീശ ഇങ്ങനെയൊക്കെ വരുന്ന പ്രായമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ ഒരു ടീനേജില് ഒന്ന് തൊട്ടാല് കൊള്ളാന്നുള്ള പ്രായമാണ്. ഒരു ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ തൊട്ടാൽ കൊള്ളാന്നുള്ള പ്രായമാണ് ആ പ്രായം. ചിലവര് പേടിച്ചിട്ട് അങ്ങനെയൊന്നും തൊടുകയൊക്കെ ചെയ്യില്ല. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാല് ആൺകുട്ടികള് പെൺകുട്ടികളെ കുറച്ചും കൂടി അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതി നോക്കുക. ആ സമയത്ത് സ്കൂളിൽ പോകുമ്പം, സ്കൂളിൽ വൈകുന്നേരം എല്ലാരും വിട്ടുപോയിട്ടാകുമ്പോ ക്ലാസ് റൂമിൽ എന്തെല്ലോ പ്രശ്നങ്ങള് ചില സ്ഥലത്തൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ
ബാഡ് ടച്ച് ഗുഡ് ടച്ച് അത് വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ പഠിപ്പിക്കണം. അങ്ങനെ ചിലവര് മാമന്മാര് ചെറിയ കുട്ടികളെ കണ്ടാല് ഒരു 10-12 വയസ്സായ കുട്ടികളാണെങ്കിലും തോളത്ത് ഇങ്ങനെ നേരെ കൈയിട്ട് ഒരു പിടിക്കത്തുണ്ട്. ആ പിടുത്തം നമുക്കറിയാം എവിടെ എന്നുള്ളത്. പക്ഷെ കുട്ടികൾ ഇന്നസെന്റ് ആണ്. കുട്ടികൾക്ക് അത് അറിയേയില്ല ആ പ്രായത്തില് എവിടെയാ തൊടുന്നെന്നുള്ളത് അവർക്ക് ബോധമൊന്നും ഉണ്ടല്ലോ. നേരെ മറിച്ച് ആ പിടുത്തത്തോട് കൂടിയിട്ട് കയ്യിൽ വലിയൊരു മിഠായി ഇപ്പുറത്തുനിന്ന് കൊടുത്താൽ കുട്ടി പിന്നെ മിഠായിലായിരിക്കും ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മള് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സാറേ. ചില ആൾക്കാര് വളരെ മോശമായിട്ട് ഇപ്പം നിയമങ്ങളൊക്കെ ഉണ്ട്. IPC 354 സ്ത്രീകളെ അപമാനിക്കല്, 375 ബലാത്സംഗം, 377 പ്രകൃതി വിരുദ്ധം ഒക്കെ ഉണ്ട്. അതിലിപ്പം 375 ബലാത്സംഗം എന്നുള്ളത് പണ്ട് 15 വയസ്സ് മുതൽ മുതലോട്ടുള്ള ആൾക്കാരെ കല്യാണം കഴിച്ചാല് അത് ബലാത്സംഗമായിട്ട് മാറൂല. ഭാര്യ എന്നുള്ള പദവി ആയതുകൊണ്ട് പക്ഷെ ഇപ്പോ 18 വയസ്സ് മുതൽ 18 വയസ്സുള്ള കുട്ടീനെ 18 വയസ്സ് തികയാത്ത കുട്ടീനെ കല്യാണം കഴിച്ചാല് 375 ബലാത്സംഗം കേസിൽ ഉൾപ്പെടുത്തും. അങ്ങനെയുണ്ട്. അപ്പൊ ഞാനൊരു ദിവസം ട്രെയിനിൽ പോകുമ്പോ ഞാൻ കണ്ട ഒരു സംഭവം, പെട്ടെന്ന് ഞാൻ നിർത്താം. ഒരു സംഭവം, നല്ല തിരക്കാണ് ട്രെയിനിൽ. വീണ്ടും ഞാൻ പറയാ, അപ്രിയ സത്യങ്ങളൊന്നും പറഞ്ഞൂടെ, എവിടെയെന്നൊന്നും ഞാൻ പറയുന്നില്ല. നല്ല തിരക്കാണ്. സൈഡ് സീറ്റിൽ ഒരാൾ ഇരിക്കുന്നു, മുടിയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് ബാക്കിൽ, പൂജാരിനെ പോലെ. അപ്പൊ അയാള് മടിയിൽ ഒരു പെൺകുട്ടീനെ ഇരുത്തുന്നു, ഏകദേശം ഒരു 10-12 വയസ്സ് 13 വയസ്സുള്ള കുട്ടീനെ ഇരുത്തുന്നു. ഞാൻ അതിന്റെ ഓപ്പോസിറ്റ് സീറ്റിൽ ഇരിക്കുകയാണ്. ഒരു മംഗലാപുരത്തുള്ള ഒരു ഉദ്യോഗസ്ഥയുണ്ട്, ഒന്നിച്ച് ഒരു കോളേജില്. ഞാനും ഇരിക്കുന്നുണ്ട്, എന്റെ ഇളയമ്മയുടെ വീട്ടിൽ പോവാണ്. അപ്പൊ ഇയാള് നേരെ പെൺകുട്ടീനെ ഇങ്ങനെ കൈ രണ്ടും പിടിച്ച് മുമ്പിൽ ഇങ്ങനെ ജസ്റ്റ് അവിടെ കൈവച്ചു ഇതാക്കുക. അപ്പൊ ആ കുട്ടി കൈ തട്ടുകയാണ്. അപ്പൊ കുറച്ച് കഴിയുമ്പം ആ ഹാഫ് സ്കേർട്ട് ഇട്ടിട്ടുള്ളത്, ആ ഹാഫ് സ്കേർട്ടിന്റെ സൈഡിൽ ഇങ്ങനെ അയാൾ ഇങ്ങനെ ചുരുട്ടി കൊണ്ടുപോവാണ് സ്കേർട്ടിനെ. അപ്പൊ സംഭവം മനസ്സിലായി. ഞാൻ ചോദിച്ചു, ആ അടുത്തിരിക്കുന്ന സ്ത്രീയോട് ചോദിച്ചു, കന്നഡയിൽ ചോദിച്ചു, ഇവരെ ഇങ്ങനെ. അപ്പൊ പറഞ്ഞ അത് അച്ഛനും മോളാണ്, ഇയാൾ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ വണ്ടിയിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വീട്ടിലെന്തായിരിക്കും. പെട്ടെന്ന് ഞാൻ ആ കുട്ടീനോട് പറഞ്ഞു, മോളെ സ്ഥലമില്ലാതെ എന്തിനാ ഇങ്ങനെ മടിയിലൊക്കെ ഇരിക്കുന്നത്, എഴുന്നേറ്റ് നിന്നൂടെ പറയുമ്പോ ആ കുട്ടി പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു. സാറന്മാരെ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു. ഞാൻ പറഞ്ഞു, മോളെ എഴുന്നേറ്റ് നിന്നാ മതി, ഇങ്ങനെ തിരക്കിന് ഇങ്ങനെ മടിയിലൊന്നും കയറി ഇരിക്കേണ്ടാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങളും ഇങ്ങനെ നടക്കുന്നുണ്ട് സാറേ. സ്വന്തം മക്കളെ ഇങ്ങനെ ട്രെയിനിലാണെങ്കിൽ എവിടെയെങ്കിലും, അപ്പൊ വീട്ടിൽ എന്തായിരിക്കും ആ കുട്ടീനോട് ചെയ്യുന്നത് അച്ഛൻ. അപ്പൊ സാറിന്റെ ക്ലാസ് എന്തായാലും പിന്നെ ഈ വിഷുവിന്റെ തലേദിവസം എല്ലാവർക്കും ഒരു ബോധവൽക്കരണം സാറ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതുപോലെ എനിക്ക് പറയാനുള്ളത്, ഈ മാമന്മാരുണ്ടല്ലോ, കുട്ടികളെ കുടുംബത്തിലുള്ള ഇവിടെ വെടിപൊട്ടുന്ന സൗണ്ടാണ്. ഈ മാമന്മാരൊന്നിച്ച് ചെറിയ കുട്ടികളെ സിനിമക്ക് വിടുക, പാർക്കിൽ വിടുക, ഫുഡ് കഴിക്കാൻ വിടുക. അപ്പൊ ദുരനുഭവങ്ങൾ ഉണ്ടാവും, പക്ഷെ പേടിപ്പിക്കുന്നുണ്ടാവും. വീട്ടിൽ പോയിട്ട് ഇത് അമ്മയോടൊന്നും പറഞ്ഞേക്കല്ലേ ഞാനിങ്ങനെ ചെയ്തതൊന്നും, ഇനിയും മോളെ കൊണ്ടുപോകും, മുട്ടായി മേടിച്ചേരും, ഇങ്ങനെ കറക്കാൻ കൊണ്ടുപോകുന്നൊക്കെ. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് സാറേ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കേസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ 18 വയസ്സായാലും എന്റെ മകൻ ഇവളെ കെട്ടിക്കോളാം എന്നുള്ള ഒരു ഇതിൽ ആ കേസ് അപ്പാടെ അങ്ങനെ അവർ വിടും. പിന്നെ അവൻ വേറെ പെണ്ണ് കെട്ടിയിട്ട് സുഖമായിട്ട് ജീവിച്ചിട്ട് ഈ കുട്ടി പിന്നെ പറയാനുള്ള ഒരവസരം ഉണ്ടാവില്ല. താങ്ക് യു സാർ, നല്ല ക്ലാസ് ആയിരുന്നു സാർ. ഞാൻ ഈ തിരക്കിനാണ് വിഷു, എന്നാലും സാർ അതിന്റെ ഇടയിൽ ഞാൻ ഓടി വന്ന് കേട്ടതാ, കുറച്ച് ലേറ്റ് ആയി പോയി കാരണം. താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു മാം, താങ്ക് യു. വേണുഗോപാൽ സാർ. ഉലകേന്ദ്രൻ സാറിനും സാബു സാറിനും മറ്റെല്ലാവർക്കും ആദ്യമായിട്ട് വിശ്വാശംസകൾ. അവസരഹിതമായ ഒരു ക്ലാസ്. പിന്നെ ഇപ്പോൾ ഒരു കാര്യം ഉലകേന്ദ്രൻ സാർ പറഞ്ഞത്, മാതാപിതാക്കൾ ഫ്രണ്ട്ലി ആയി കഴിഞ്ഞാൽ കുട്ടികൾ അവർ തുറന്ന് സംസാരിക്കും, അവരുടെ പ്രശ്നങ്ങൾ അവർ തുറന്ന് സംസാരിക്കും, മാതാപിതാക്കളോട് പറയും കാര്യങ്ങൾ. അതൊരു നല്ല കാര്യമാണ്. പിന്നെ കൂടുതലും ഈ അവബോധം ഉണ്ടാക്കിയെടുക്കുക കുട്ടികളിൽ, അവരുടെ ലൈംഗിക അവയവങ്ങളെ പറ്റിയും അതിൽ ബാഡ് ടച്ചും ഗുഡ് ടച്ചും എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. പിന്നെ ഇത് അപരിചിതരായ വ്യക്തികളാൽ ഉണ്ടാകുന്ന ലൈംഗിക പീഡനങ്ങൾക്ക് ഒരു പരിധിവരെ നിയന്ത്രണങ്ങൾ കൊടുക്കുവാൻ സാധിക്കും. മറ്റൊന്ന് പോക്സോ കേസിന്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. പോക്സോ കേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിയമങ്ങൾക്ക് ഒരു ക്ഷാമമില്ല നാടാണ് കേരളം. പക്ഷെ നടക്കുന്നില്ല എന്നുള്ള വേറെ കാര്യം. ഇവിടെ എത്രയോ പോക്സോ കേസുകൾ ഉണ്ടായിട്ട് എത്ര ശിക്ഷിക്കപ്പെട്ടു പോകുന്നുണ്ട്. ഇപ്പം പോക്സോ കേസുകൾ വർദ്ധിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, കാരണം ശിക്ഷിക്കപ്പെടുന്നില്ലല്ലോ. 1000 കേസുണ്ടായാൽ ഈ ഒരു
ഒരു 100-ൽ താഴെ കേസുകളിൽ ശിക്ഷിക്കുന്നത്. പല കേസുകളും പ്രതികൾ രക്ഷപ്പെട്ടു പോവാണ്. പല കാരണങ്ങളും. രാഷ്ട്രീയ സ്വാധീനം വരാം, വല്ല വ്യക്തിപരമായ സ്വാധീനങ്ങളാകാം, എങ്ങനെയൊക്കെ ആകട്ടെ. ഇതൊക്കെ ഈ സമൂഹത്തിൽ ഇത്തരം ഈ അതിക്രമങ്ങൾ വർദ്ധിക്കാൻ ഒരു കാരണമാണ്. പിന്നെ വേറൊരു കാര്യം, ആദ്യം ഉലകനന്ദൻ സാർ പറഞ്ഞു, സ്വന്തം അച്ഛനിൽ നിന്നും അമ്മാവനിൽ നിന്നും ഏൽക്കുന്ന ഇത്തരം തെറ്റായ പ്രവണതകൾ. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അച്ഛനെ കുട്ടി എത്രയും മാനസികമായി പീഡിക്കപ്പെട്ടാലും അച്ഛനെയും അമ്മാവനെയും പ്രതിസ്ഥാനത്ത് നിർത്താൻ ഒരു കുട്ടിയെ അനുവദിക്കുന്നില്ല കുട്ടിയുടെ മാനസികാവസ്ഥ എന്നുള്ളതാണ്. അത് വേറൊരു, നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വളരെയധികം വിഷമകരമായ ഒരു വസ്തുതയാണ്. കാരണം കുട്ടി പീഡിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പൊ കുട്ടിക്ക് വേണ്ട ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അപരിചിതരായ വ്യക്തിയിൽ നിന്നും കുട്ടിക്ക് അനുഭവം ഉണ്ടാകുമ്പോൾ കുട്ടി പൊട്ടിത്തെറിക്കാം, കുട്ടി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം, അച്ഛനമ്മയോട് കാര്യങ്ങൾ തുറന്നു പറയാം, അച്ഛനമ്മയെ ഫ്രണ്ട്ലി ആണെങ്കിൽ. പക്ഷെ സ്വന്തം അച്ഛനിൽ നിന്നും അമ്മാവനിൽ നിന്നും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നെ എത്രയും വിഷമിച്ചാണെങ്കിലും സ്വന്തം അച്ഛനെയും അമ്മാവനെയും പ്രതിസ്ഥാനത്ത് നിർത്താൻ കുട്ടിക്ക് ആവാത്ത ഒരു ദയനീയമായ ഒരു സാഹചര്യം നമുക്ക് ഉണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് വെച്ചാൽ, കുട്ടികൾക്ക് വേണ്ട അവബോധം കൊടുക്കുക. പിന്നെ ഈ പോക്സോ കേസുകളുടെ കാര്യം ശിക്ഷിക്കപ്പെടണം. അതിനുള്ള നിയമ സംഹിത ഇവിടെ വേണം. നിയമം ഉണ്ടായ പോരാ, അത് നടപ്പിലാക്കണം. പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു പരിധിവരെ 100% ഒന്നും ഒരിക്കലും അവകാശപ്പെടുന്നില്ല. ഒരു പരിധിവരെ ഈ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, താങ്ക് യു. ഓക്കെ, വേറെ ആരാളെ? ജ്യോതികുമാർ സാർ. യെസ് സാർ. സ്വല്പ നേരം ഒന്ന് മാറിയതാ, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വീട്ടു. ഉലകനന്ദൻ സാർ നമസ്കാരം. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞ് വിഷ് ചെയ്തു. ഞാനും വിഷ് ചെയ്യാണ്. ഹാപ്പി വിഷു പറയാണ്. ഇതിൽ നമ്മുടെ എല്ലാവരും പലതും പറഞ്ഞു, എല്ലാം ശരി തന്നെ. ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഈ അമ്മാവനും അച്ഛനും ഒക്കെ ഇങ്ങനെ പീഡിപ്പിക്കുന്ന സമയത്ത് പറയാൻ പ്രയാസമുണ്ടെന്നുള്ള നമ്മളെ എന്താ പറയേണ്ടത്, നമ്മളെ വേണുഗോപാൽ സാർ പറഞ്ഞു. വളരെ ശരിയാണ്. അതിനൊരു പരിഹാര മാർഗം ആരോട് കുട്ടിക്ക് പറയാൻ പറ്റും? അതിപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് സ്കൂൾ ടീച്ചേഴ്സിനോടാണ് അപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ ഒരു സെർട്ടൻ ലെവൽ കഴിഞ്ഞ കുട്ടികൾ, അതേസമയത്ത് ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ എൻ്റെ ഒരു സജഷൻ തോന്നുന്നത് കിൻഡർ ഗാർട്ടൻ മുതൽ തന്നെ, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, അവിടെയും ഇതിനെ പറ്റിയിട്ടുള്ള നല്ലൊരു അവബോധ ക്ലാസ്സുകൾ കുട്ടികൾക്ക് അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കുന്ന അതേ ഭാവത്തിൽ, സ്നേഹത്തിൽ ടീച്ചേഴ്സ് കുട്ടികളിൽ പഠിപ്പിക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. പഠിപ്പിക്കുക പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ബാഡ് ടച്ച്, ഇതെന്താണ്, മറ്റതെന്താണ്. പിന്നെ ധാരാളം പേരൻസ് ഇതിലൊന്നും ശ്രദ്ധിക്കുന്നുമില്ല, നല്ല മെജോറിറ്റി. അപ്പോൾ സ്കൂൾ ടീച്ചേഴ്സ് ചെറിയ പ്രായത്തിൽ തന്നെ ഇതിനെപ്പറ്റിയുള്ള നല്ലൊരു അവബോധ ക്ലാസ്സുകൾ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു സജഷൻ. എങ്കിലേ അവർക്ക് ആ ശക്തമായിട്ട് അപ്പോൾ ടീച്ചേഴ്സ് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് പറയാൻ സാധിക്കും കുട്ടികൾക്ക്. അതെ, ആ മാമൻ, ഈ മാമൻ, അച്ഛൻ എന്നൊക്കെ ചെറുപ്രായമാണല്ലോ. അപ്പോൾ അവർക്കത് പറയാനും അത് ഏറ്റെടുക്കാൻ ടീച്ചേഴ്സും നല്ല അമ്മയുടെയും സഹായത്തോട് കൂടിയിട്ട് അതിനൊരു പരിഹാരം വരുത്താൻ സാധിക്കുമെന്ന് തോന്നുന്നു. അത് ആണ് എനിക്കിപ്പോൾ ഇവിടെ ബാക്കി നമ്മളെ എന്താ പറയുക, രമാവതി മേഡം പറഞ്ഞ പോലെ ഇത്തരമുള്ള കാഴ്ചകൾ നമ്മൾ ധാരാളം ബസ്സിലും ഇതെല്ലാം കാണുന്നുണ്ട്. ഈ പറഞ്ഞ പോലെയാണ്, പ്രതികരിക്കാൻ പറ്റാത്ത കുട്ടികളും വലിയവരും ഇതുപോലെ അനുഭവിക്കുന്നത് കണ്ടിട്ടുണ്ട് നമ്മൾ. ഓരോ ആൾ ചെയ്യുമ്പോൾ അത് പ്രതികരിക്കുന്നില്ല. ഇപ്പം മേഡം പറഞ്ഞ അതേ ഇൻസിഡൻറ്റ് അച്ഛനാണെങ്കിലും അത് വേറൊരു പയ്യനായിരുന്നു. അതും ഈ സമയത്ത് എന്നിട്ട് ആ പയ്യൻ എന്തെങ്കിലും ചെയ്ത് പുറത്തേക്ക് പോയി കഴിഞ്ഞു. ഞാൻ എന്നിട്ട് അടുത്ത ആ കുട്ടിയോട് ചോദിച്ചത് എന്തുകൊണ്ടാണ് പ്രതികരിക്കാതിരുന്നത്? ഞങ്ങളെല്ലാം ഈ കുട്ടി ഒന്ന് അനങ്ങിയിരുന്നെങ്കിൽ, ഒന്ന് പോടാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റെടുക്കാം. അല്ലാത്ത സമയത്ത് നമുക്ക് മനസ്സിലാവുന്നില്ല ഇതെന്താണെന്നുള്ളത്. ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടി തന്നെയാണ്, പക്ഷേ അത് ആവുന്നില്ല. കണ്ടോ, ആ പ്രായമായിട്ട് പോലും ആ കുട്ടിക്ക് ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയാണ്. അപ്പം ആ ചെറുപ്രായത്തിൽ തന്നെ ആ ബാഡ് ടച്ചും ഗുഡ് ടച്ചും ഒക്കെ കൊടുക്കണം. പിന്നെ നമ്മൾ ഈ സ്കൂളിലേക്ക് വിടുന്നില്ലേ, ഓട്ടോ ഡ്രൈവേഴ്സ്, അതേപോലെ തന്നെ ജീപ്പ് ഡ്രൈവേഴ്സ്, ഇവരൊക്കെ ശരിക്കും കളിക്കുന്നവരുണ്ട് കേട്ടോ. അതിൽ ധാരാളം ഈ പറഞ്ഞ പോലെ പേടിപ്പിച്ച് നിർത്തുന്ന ധാരാളം നമുക്ക് അറിയാവുന്ന കേസുകൾ ധാരാളമുണ്ട്. അതാണ്.
അപ്പോൾ ഇത് ഒരു അസുഖമാണ് പിഡോഫീലിയ എന്ന് പറഞ്ഞാലും, പക്ഷേ അതിന് തക്കതായ ശിക്ഷ സൗദി അറേബ്യ കൊടുക്കുന്ന പോലെ കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ നല്ലൊരു പരിഹാരം ഉണ്ടാവും. അപ്പം വേണുഗോപാൽ പറഞ്ഞ പോലെ ശിക്ഷ ഇവിടെ ഒന്നും നടക്കുന്നില്ല. അത് എന്താണോ അതങ്ങ് വെട്ടിക്കളയണം. 2 കേസ് ചെയ്താൽ മതി, തീർന്ന്. പിന്നെ ഈ അസുഖം പേടിയുണ്ട്. ഇപ്പം നോക്ക്, പല പല നിയമങ്ങളും ഇപ്പം സിഗരറ്റ് പബ്ലിക് പ്ലേസിൽ വലിക്കാൻ പാടില്ല. രമാവതി വേണം എനിക്ക് തോന്നുന്നത് അഡ്വക്കേറ്റ് ആണെന്ന് തോന്നുന്നു. നമ്മൾ പബ്ലിക് പ്ലേസിൽ സ്മോക്കിംഗ് പാടില്ല. ഇപ്പൊ എത്ര കുറഞ്ഞു നോക്കൂ. ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? പബ്ലിക്കായിട്ട് പയ്യുന്നില്ലല്ലോ. ഇതൊക്കെ ഒരു പരിധിവരെയൊക്കെ സാധിക്കും. അതേപോലെ തന്നെ ഇപ്പം ബെൽറ്റ് ഇടുന്നില്ല, ഹെൽമെറ്റ് ഇല്ല, പിടിക്കപ്പെടുന്നു. ഇടാൻ തുടങ്ങി, ബെൽറ്റ് ഇടാൻ തുടങ്ങി. സ്ട്രിക്റ്റ് ആയപ്പോൾ ഫൈൻ വരുന്നു. അടുത്ത ലൈസൻസ് ക്യാൻസൽ ചെയ്യും. ഇതുപോലെ ഇതിലേക്കും കൊണ്ടുവരണം എന്നാണ്, പൂർണ്ണ തെളിവോടുകൂടി. അപ്പൊ തന്നെയും മറ്റേ മാഡം പറഞ്ഞ പോലെ ഇതിനെ മിസ്യൂസ് ചെയ്യുന്നവരുണ്ട്. അത് പക്ഷെ അതൊക്കെ ഒരു കോർട്ടിലൊക്കെ എത്തുമ്പോൾ അത് തെളിവ് അത് മനസ്സിലാവും തോന്നുന്നു ജഡ്ജിക്കൊക്കെ. പറയാം ഞാൻ അതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്നുള്ളത്. പക്ഷേ 99% ഇത് സത്യമാണ്. അതിനകത്ത് ആ തരത്തിലുള്ള സ്ട്രീഞ്ചന്റ് ആക്ഷൻ ഒരു 2, 3, 4 കേസിനും കൊടുക്കാൻ തുടങ്ങിയാണല്ലോ പിന്നെ ഒന്ന് അടങ്ങും. അതേ ഇതിന് പറ്റുള്ളൂ. അതേപോലെ തന്നെ അതെ, ആ അവയർനെസ് റെസിഡൻസ് അസോസിയേഷൻ മീറ്റിങ്ങിലൊക്കെ ഇത്തരത്തിലുള്ള ആ സംസാരങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കണം എന്നും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഉലകനാഥൻ സാർ. കാരണം ഇതൊക്കെ ഓപ്പൺ ഡിസ്കഷന് സാധാരണ രീതിയിൽ ഈസി സബ്ജക്റ്റ് നമുക്ക് കിട്ടാറില്ല. പല നാണവും എന്താ പറയുക, അങ്ങനെയൊക്കെ ആണല്ലോ. അത് ഏതായാലും നന്നായി. താങ്ക് യു വെരി മച്ച്. സാറേ ഞാൻ അഡ്വക്കേറ്റ് അല്ല സാറേ. മാഡം എന്താ ചെയ്യുന്നത്? ഞാൻ റിട്ടയർഡ് എംപ്ലോയ്മെന്റ് ഓഫീസർ. പക്ഷെ ഇപ്പം കൺസിലിയേഷൻ ഓഫീസറായിട്ട് കഴിഞ്ഞ വർഷം തെരഞ്ഞെടുത്തിട്ടുണ്ട്. മുതിർന്ന വയോജനങ്ങളുടെ കേസ് അതിന്റെ. അല്ലാതെ അഡ്വക്കേറ്റ് അല്ല, സോറി. ഓക്കെ അല്ലല്ല, അത് ചോദിക്കാണ്. മാഡം എവിടെയാ സ്ഥലം? നീലേശ്വരം. സാറ് ഇത് സാറ് പറഞ്ഞത് കൗൺസിലിംഗ് സ്കൂളിലൊക്കെ ചെയ്യുന്നുണ്ട്. ചെയ്യുമ്പോൾ കുറെ എണ്ണം പുറത്ത് വരുന്നുണ്ട് സാറേ, കുട്ടികൾ പറയുന്നുണ്ട് ടീച്ചേഴ്സിന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞറിയോ, ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടല്ലോ അങ്ങനെ, എന്നും ചെറിയ പ്രായത്തിൽ. അതുകൊണ്ട് ചോദിച്ചാൽ അതാണ്. ഓക്കെ. ശരിക്കും ഇത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇതിന് ഒരു പക്വത വരുന്നില്ലെങ്കിൽ ഇന്നത്തെ പുതിയ തലമുറ എന്ന് വെച്ചാൽ മറ്റൊരു രീതിയിലാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഈ അവയർനെസ് വളരെ കുട്ടിക്കാലത്ത് തന്നെ നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ, കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ പലപ്പോഴും അതൊരു ഫെയിലിയറിലേക്ക് പോകും. ഒരു വെസ്റ്റേൺ ഈ ചെറിയ പ്രായത്തിലുള്ള കൗൺസിലിംഗ് സ്കൂളിൽ നടക്കുന്നില്ലേ സാർ? ഇപ്പൊ പറഞ്ഞ അമ്മയേക്കാൾ വിശ്വാസം അവർക്ക് ടീച്ചേഴ്സിനെയാണ്. സത്യം പറഞ്ഞാൽ അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന ബോധത്തിലാണ്. ഓപ്പൺ ആയിട്ട് ടീച്ചേഴ്സിനോടാ പറയുന്നത്. അതുകൊണ്ടാണ് പല സാറേ ശരിക്കും പണ്ട് ഗൾഫിലൊരു കഥ അങ്ങനെ നടന്നിട്ടുണ്ട് സാറേ. തൊട്ടടുത്ത ബേക്കറിയിൽ മിഠായി വാങ്ങാൻ വിട്ടിട്ട്, മിഠായി തരാൻ നല്ല ഭംഗിയുള്ള മോളാണ് പോലും, മിഠായി തരാൻ മോളെ അത്ത് വാന്ന് പറഞ്ഞിട്ട് ഇവൻ 2 കൈ നിറയെ മിഠായി കൊടുത്തിട്ട് ഇവൻ എന്തോ ചെയ്തിട്ടാകുമ്പോ കുട്ടി മരിച്ചുപോയി. ഉടനെ വേസ്റ്റിൽ തട്ടിയവൻ. എന്നിട്ട് പോലീസുകാരെല്ലാം കണ്ടെടുത്തിട്ടാകുമ്പോ ഈ കുട്ടിയുടെ കയ്യിൽ നിറയെ മിഠായി ആയിരുന്നു സാറേ. അങ്ങനെയൊക്കെ പണ്ട് സഹിക്കാൻ പറ്റാത്തത്. വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഞാൻ പറയാം. ഞാന് ജ്യോതികുമാർ സാറ് പറഞ്ഞതിന് 100% സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. എന്താന്ന് ചോദിച്ചാല്, ഈ നിർഭയ കേസ് മുതല് എത്രയോ ദിവസം ഇവിടൊക്കെ നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ എന്ന് ന്യൂസ് പേപ്പർ എടുത്താലും ഇതേമാതിരിയുള്ള അറ്റാക്കുകള്, റേപ്പുകള് ദിവസം കാണാം. ഇന്നത്തെ ന്യൂസ് പേപ്പറിലുണ്ട് ഇവിടുത്തെ. അപ്പോ ഇതിന് കാരണം എന്താന്ന് വെച്ചാൽ അർഹമായ ശിക്ഷ കൊടുക്കാത്തതുകൊണ്ടാണ്. ഇവിടെ കോടതിയാണെങ്കിലും അല്ലെങ്കിൽ കുറെ പൊതുജനങ്ങൾ വരെ മറ്റേ ഹാങ്കിങ്ങിനോ അല്ലെങ്കിൽ പണിഷ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ എതിർത്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലാതെ സപ്പോർട്ടിന് വേണ്ടി കുറെ ആളുകൾ ഇറങ്ങും. നിർഭയ കേസിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ എത്രയോ കേസുകൾ അങ്ങനെ ദുർബലപ്പെട്ടു പോകും. വക്കീലുമാര്, പിന്നെ പൈസ കൊടുത്തിട്ട് പോലീസുമാര് ഇങ്ങനെ ഈ ശിക്ഷ ലളിതമാക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. കർശനമായ നടപടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവിധ പ്രശ്നങ്ങളും തീരും. അത് മാത്രമേ അതിന് മാർഗമുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ജയൻ നമ്പൂരി സാർ അങ്ങനെ പറഞ്ഞോ? ഇപ്പൊ ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് പോലെ തന്നെ ചെയ്യേണ്ട വേറൊരു സാധനമാണ് സെൽഫ് ഡിഫൻസ് മെക്കാനിസം. അവർക്ക് ട്രെയിനിങ് കൊടുക്കണം.
ആ സെൽഫ് ഡിഫെൻസ് അത്രയും നിർബന്ധമാണ്. ഇപ്പോ ഒരു കോവിഡിന് മുമ്പ് ഒരു FM റേഡിയോനെ റെപ്രസെന്റ് ചെയ്ത് കുറെ സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ടോപ്പിക് ഇതാണ്, ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നാണ്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പല വ്യക്തികളും ഇതിന്റെ അവരനുഭവിച്ച കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ അങ്ങനെ ആരൊക്കെങ്കിലും അതിൽ വിക്ടിമായി കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഇമോഷൻ റിലീസ് ചെയ്യണേ. ആദ്യം അവരെ ബോധിപ്പിക്കേണ്ടത് എന്താ വെച്ചാൽ ഇവര് തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ്. അല്ലെങ്കിൽ അവർക്ക് ഗിൽറ്റ് വരാം, ഞാൻ ചീത്തയായി എന്നൊരു തോന്നൽ വരാം. ആ തോന്നൽ വന്നാൽ സൂയിസൈഡ് വരെ സംഭവിക്കാം. അപ്പൊ അവിടെ ആദ്യം കൊടുക്കേണ്ടത് എന്താ വെച്ചാൽ അവര് തെറ്റ് ചെയ്തിട്ടില്ല എന്നൊരു ബോധം അവർക്ക് ഉണ്ടാകും. അതിനുശേഷം ആ ഇൻസിഡന്റുമായി അവരനുഭവിച്ച പെയിൻ അത് മുഴുവൻ റിലീസ് ചെയ്യണം. ആ റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് അറിയാൻ പറ്റും ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന്, ആരോടൊക്കെ പറയണം. ഒന്നും പറ്റിയില്ലെങ്കിൽ ഉറക്കെ കരഞ്ഞാൽ മതി, ശബ്ദം ഉണ്ടാക്കിയാൽ മതി. ഇപ്പൊ ബസ്സിൽ പറഞ്ഞു, ഇപ്പൊ ബസ്സിൽ നമ്മൾ റിയാക്ട് ചെയ്യാതിരിക്കുമ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചത് ഇൻവിറ്റേഷൻ ആണ്. ആ സമയത്ത് തിരിഞ്ഞൊന്ന് നോട്ടം നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഒന്ന് ശബ്ദം ഉണ്ടാക്കിയാൽ മതി. അപ്പൊ അവിടെ പേടിക്കുകയാണ്. കാരണം ഈ പറഞ്ഞ കേസുകൾ പല രീതിയിലും ഞങ്ങളുടെ അടുത്ത് വരുന്നതാണ്. പക്ഷെ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, അവർ കേസ് പറഞ്ഞു തരും. പക്ഷെ അവസാനം അതിന് സൊല്യൂഷൻ കൊടുത്ത് ലാസ്റ്റ് അവർക്കത് പുറത്ത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അവരതിന് കോപ്പറേറ്റ് ചെയ്യണോണ്ട് നമുക്കതിനെ പുറത്ത് കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ചിൽ വരുമ്പോൾ നമ്മുടെ കയ്യില് നമ്മുടെ ഒരു ഫിംഗർ ആണ് ഒരാളുടെ ശരീരത്തിൽ ടച്ച് ചെയ്യണമെങ്കിൽ അത് കെയർ ആണ്. ആ സമയത്ത് ഫുൾ ഹാൻഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇമോഷനാണ്. അപ്പൊ വെക്കുന്ന ആളുടെ ഇന്റൻഷൻ എന്താണെന്നും ആ സ്വീകരിക്കുന്ന ആളുടെ ഇന്റൻഷൻ വെക്കുന്ന ആളുടെ ഇന്റൻഷൻ എന്താണെന്ന് സ്വീകരിക്കുന്ന ആൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഉദ്ദേശം തെറ്റാണ്, ഓൺ ദ സ്പോട്ട് റിയാക്ട് ചെയ്യണേ. ഒന്നേ നമ്മൾ കൈ തട്ടിയാൽ മതി ഉറക്കെ, അല്ലെങ്കിൽ എടുക്കട കൈ എന്ന് പറഞ്ഞാൽ മതി. ആ ട്രെയിനിങ് ആണ് നമുക്ക് കൊടുക്കേണ്ടത്. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ട്രെയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഈ വക കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാനായിട്ട് പാരന്റ്സിന്റെ സഹായം വേണം. പിന്നെ അവരുമായി ചോദിക്കുന്ന ചില ചോദ്യങ്ങള് നമുക്ക് ചില പാരന്റ്സ് കൃത്യമായിട്ട് ആൻസർ കൊടുക്കില്ല. അപ്പൊ അവരെന്തെങ്കിലും ആൻസർ പറയുന്നതിനേക്കാൾ ഇത് ഈ ചോദിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആൻസർ കൊടുത്താൽ മതി. ഫുൾ സയന്റിഫിക് ഒന്നും വേണ്ട. കുറെ വർഷം മുമ്പ് നമ്മൾ സ്കൂളിൽ സ്ലൈറ്റ് ഒക്കെ ഉപയോഗിക്കുന്ന കാലഘട്ടത്തില് ഈ സ്ലൈറ്റിൽ എഴുതിയ മായ്ക്കാൻ ഉപയോഗിക്കുന്ന ഒന്നുകിൽ ടവല്, സ്പോഞ്ച് അല്ലെങ്കിൽ ഒരു കള്ളിച്ചെടി. ഇതാണ്. ഒരു ആൺകുട്ടി അമ്മോട് ചോദിച്ചു ഈ സ്റ്റേഫ്രി എന്തിനാ ഉപയോഗിക്കണമെന്ന്. ഇത് സ്ത്രീകൾ ഉപയോഗിക്കുന്ന എന്ന് പറയാൻ മടിയുള്ളതുകൊണ്ട് പറഞ്ഞത് സ്ലൈറ്റ് മാക്കി ഉപയോഗിക്കുക പറഞ്ഞു. പിറ്റേ ദിവസം ഈ കുട്ടി ക്ലാസ്സിൽ വന്നത് സ്റ്റേഫ്രി കൊണ്ടാണ്. അപ്പൊ എല്ലാ കുട്ടികളും സ്പോഞ്ചും ഡസ്റ്റൊക്കെ മറ്റേ ടവലൊക്കെ ഉപയോഗിച്ച് മാറ്റുമ്പോൾ ഇവൻ കാര്യമായിട്ട് ഇത് മാറ്റാൻ തുടങ്ങി. ഇത് കണ്ടപ്പോ കുറെ പെൺകുട്ടികളിൽ ചിരിച്ചു. ആ പെൺകുട്ടികളിൽ ചിരിച്ചപ്പോ ക്ലാസ്സിലെ ടീച്ചർക്ക് തോന്നി ടീച്ചറെ ഇൻസൾട്ട് ചെയ്തു തോന്നാണ്. അപ്പൊ ലാസ്റ്റ് അവൾ കുറെ പാരന്റിനെ വിളിച്ച് കുറെ സംസാരമൊക്കെ ഉണ്ടായി. ആ സംസാരം കഴിഞ്ഞപ്പോ ഈ കുട്ടിയോട് പ്രിൻസിപ്പൾ ചോദിച്ചു ഇത് ആരാ നിനക്ക് തന്നേന്ന്. അപ്പൊ വീട്ടിൽ നിന്ന് കിട്ടിയത് എന്തിനാ വെച്ചു, ഞാൻ അമ്മോട് ചോദിച്ചു എന്തിനാ ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു സ്ലൈറ്റ് മാറ്റാനാണ്. അതുപോലെ LKG പഠിക്കുന്ന ഒരു ആൺകുട്ടി LKG പഠിക്കുന്ന പെൺകുട്ടിയുടെ പാവാട ഈ പെൺകുട്ടി ഇവനൊരു തല്ല് കൊടുത്തു. അപ്പൊ തല്ലിയതിനാണ് ഏറ്റവും വലിയ തെറ്റായിട്ട് അവരുടെ പാരന്റ്സ് പറഞ്ഞത്. അവിടെ കഷ്ടകാലം കൊണ്ടോ നല്ല കാലം കൊണ്ടോ അറിയാം, എനിക്ക് അവിടെ ക്ലാസ്സിൽ കയറാൻ അവസരം കിട്ടി. അവിടെ ചെന്നപ്പോ ഓൺ ദ സ്പോട്ട് പ്രിൻസിപ്പൾ വിളിക്കണ്ടേ ഓഫീസിലേക്ക്, ഇവരുടെ ബഹളായിരുന്നു. അപ്പൊ ലാസ്റ്റ് ഈ രണ്ട് കുട്ടികളോ എന്താ ചോദിക്കാൻ, കാരണം LKG ആണ് പ്രായം. ഇവരെ ഓരോന്ന് ചോദിച്ചു ലാസ്റ്റ് ചോദിച്ചു ഈ ആൺകുട്ടിയോട് ചോദിച്ചു ഈ പെൺകുട്ടി നിന്നെ തല്ലിയപ്പോ വേദനിച്ചില്ലേ? അപ്പൊ പറഞ്ഞു വേദനിച്ചു. പിന്നെന്തിനാ നീ ഇങ്ങനെ ചെയ്യാൻ കാരണം ചോദിച്ചു. അപ്പൊ ആൺകുട്ടി പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും അച്ഛനമ്മയുടെ പാവാട പൊക്കുണ്ട്, അമ്മ ചിരിക്കണം, അമ്മ തല്ലാറില്ല, അപ്പൊ അമ്മ പെണ്ണല്ല ഇതും പെണ്ണല്ലേ എന്ന് ചോദിച്ചു. അത് കേട്ടതും ആൺകുട്ടിയുടെ അമ്മ അവിടുന്ന് ഇറങ്ങി ഓടിപ്പോയി. കാരണം പിന്നെ അവർക്ക് നിൽക്കാൻ പറ്റില്ല. ഇത് അത്രയും കോംപ്ലിക്കേഷൻ ഉള്ള ഒരു ഏരിയ ആണ്. ആ ഇങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ട് വരുമ്പോ അവരെ ആദ്യം ബോധിപ്പിക്കണം ഇവർ തെറ്റ് ചെയ്തിട്ടില്ല. അല്ല എങ്കിൽ ഇവർക്ക് ഇതിൽ പ്ലഷർ കിട്ടിക്കഴിഞ്ഞാൽ അവർ ആ ഏരിയയിൽ കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ പോകും. അപ്പൊ അങ്ങനെ എൻജോയ് ചെയ്യാൻ പോകുമ്പോൾ ഒന്നെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റി ആയി മാറാം,
അല്ലെങ്കിൽ ലെസ്ബിയൻ ആയിട്ട് മാറാൻ പറ്റും. പിന്നെ ഇതിന്റെ ഇമോഷനെ ഒഴിവാക്കുക. ഓക്കെ സാറേ. സാറ് പറഞ്ഞോളൂ. സാറ് മൈക്ക് മ്യൂട്ടാണ്. ലഹൻ സാർ മുന്നോട്ട് ചെയ്യും. വാസ്തവത്തില് ഈ ക്ലാസ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു അവബോധം, ഞാനത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോ ഇവിടെ ഇരിക്കുന്ന ആളുകൾ പ്രായത്തിൽ ലേശം മുന്നിലാണ് നിൽക്കുന്നെങ്കിലും അവരവരുടെ മക്കൾക്ക് കൊടുക്കേണ്ട, വലിയ മക്കൾക്ക് ഇൻസ്ട്രക്ഷൻസ് കൂടെയാണ് ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടത്. ജയൻ സാറ് അത് പൂർത്തീകരിച്ചു. എങ്ങനെ, എങ്ങോട്ട് എന്നുള്ളത് മനസ്സിൽ ചിന്തിക്കുക, നമ്മുടെ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുക. വരാനുള്ളത് വരട്ടെ, അതിനെക്കുറിച്ച് ആലോചിച്ച് ബേജാറായിട്ട് കാര്യമൊന്നും. അപ്പൊ ആ ഉദ്ദേശമായിരുന്നു ഞാനിത് പ്രസന്റ് ചെയ്യാനുള്ള കാരണം. നമ്മുടെ അൻസാരി സാർ ഉണ്ടായിരുന്നു. എന്തെങ്കിലും പറയുന്നുണ്ടോ സാർ? അൻസാരി സാറ് കൂട്ടിച്ചേർക്കട്ടെ. എൻ്റെ അടുത്ത് +2 കഴിഞ്ഞൊരു പയ്യൻ വന്നു. അവന്റെ സ്കൂൾ ബാഗും കൊണ്ടാണ് വന്നത്. വന്നപ്പോ ആദ്യം പറഞ്ഞത് എന്താ വെച്ചാൽ, ഞാൻ ബാഗ് തുറന്ന ഞാൻ ഞെട്ടുന്നു. അപ്പൊ ഞാൻ ഞെട്ടിക്കോളാം, എന്താ വെച്ചാ ആയിക്കോട്ടെ പറഞ്ഞു. ഇപ്പം ബാഗ് തുറന്ന് ആ ബാഗിനുള്ള സാധനങ്ങളൊക്കെ പുറത്തേക്ക് ഇട്ടു. അത് മുഴുവൻ അണ്ടർ ഗാർമെന്റ്സ് ആയിരുന്നു ലേഡീസിന്റെ. അത് തടി കൂടിയ ലേഡീസിനാണ് ഇവര് വേണമെന്ന്. അത് കഴുകാത്തത്, അത് മോഷ്ടിക്കാണ്. കാരണം ഇതൊരു സെക്ഷൽ ഡീവിയേഷൻ ആണ്. അതുപോലെ വരുന്നുണ്ട് നമ്മുടെ വോയറിസം, ഒളിച്ചുനോട്ടം. ഈ ഒളിച്ചുനോട്ടം കാരണം കണ്ണിന് കാഴ്ച വരെ പോയൊരു കേസ്. അതായത് സൈക്കോസോമാറ്റിക് ആണ് കാഴ്ച പോയത്. ആ കുട്ടിയുടെ മനസ്സില് എന്റെ കണ്ണ് നല്ലത് കാണുന്നതിന് പകരം ചീത്തയായ കാര്യങ്ങൾ കണ്ടില്ല എന്നൊരു ഗിൽറ്റ് വന്നപ്പോ പിന്നെ കുട്ടി തന്നെ സ്വയം തീരുമാനിച്ച് എനിക്കൊന്നും കാണണ്ടാണ്. അവര് കണ്ണ് പോയി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് വിഷൻ 6/6 ആണ്. പക്ഷെ കുട്ടിയുടെ മനസ്സിൽ വന്ന പ്രശ്നം ഗിൽറ്റ് കൊണ്ട് അവർക്കൊന്നും കാണാൻ പറ്റിയില്ല. ഇതിന്റെ പല ഏരിയാസും വരുന്നുണ്ട്. അൻസാർ സാറിന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ജയൻ സാറേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഇപ്പോ ഈ ബാഡ് ടച്ചും ഗുഡ് ടച്ചൊക്കെ ഡിഫറെന്റ് പ്രായപരിധിയുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യുന്നതിനാണ്. ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞാല് ഈ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഷേക്ക് ഹാൻഡ് കൊടുക്കുക, പിന്നെ തോളത്ത് തട്ടുക, പിന്നെ പല ഭാഗത്തും തട്ടുക, അത് രണ്ടാളുകളും എൻജോയ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഇപ്പൊ വരുന്നത്. അതായത് ഇതേ കൾച്ചറായിട്ട്. അപ്പൊ ഇവിടെയാണ് അതിനെപ്പറ്റി സാർ എന്താ പറയണത്? അല്ല, ഞാൻ ചില കോളേജിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോ അവിടുത്തെ പ്രിൻസിപ്പളോട് ചോദിക്കാറുണ്ട്, എനിക്കൊരു സീറ്റ് തരുമെന്ന്. കാരണം ഞാൻ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ പറയാറില്ല, ഈ ഇപ്പോഴത്തെ വിദ്യാർത്ഥികളിൽ ഒരു വിഭാഗം, ഞാൻ പറയും വികലാംഗരെന്ന രീതിയിലാണ്. കാരണം ഒരാളുടെ കൈ പിടിക്കാതെ അല്ലെങ്കിൽ ഷോൾഡറിൽ പിടിക്കാതെ അവർക്ക് നടക്കാറിയില്ല. കാരണം അവരെ സംബന്ധിച്ച് അവരെ എൻജോയ് ചെയ്യാണ്, നമ്മുടെ ചോദ്യം ചെയ്യാൻ ചോദ്യം ചെയ്ത് നമുക്ക് പുറത്തു വരാൻ പറ്റില്ല. അത് അവിടെ വേറെ വിഷയമാണ്. അപ്പൊ എന്താ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യാം. കാരണം ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോ അവിടുത്തെ ടീച്ചർ കംപ്ലൈന്റ് ചെയ്തതാണ്. ആ സ്കൂളിലെ കുറച്ച് കുട്ടികള് ക്ലാസ്സിൽ വരുമ്പോ അണ്ടർ ഗാർമെന്റ്സ് ഇല്ല, എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പൊ ടീച്ചറോട് പറഞ്ഞത്, ടീച്ചർക്ക് വീട്ടിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് മൈൻഡ് ചെയ്യണ്ട. അതുകൊണ്ട് ടീച്ചർ വേണമെങ്കിൽ നല്ലോണം എൻജോയ് ചെയ്തോളൂ, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്തോളൂ. പിന്നെ പ്രശ്നം ഉണ്ടായിരുന്നു. ടീച്ചർ അതിനെക്കുറിച്ച് കംപ്ലൈന്റേ പറഞ്ഞു. സാറേ, ട്രെയിനിലെല്ലാം പോകുമ്പോ ഒരുപാട് കാണുന്നില്ല സാറേ, നമ്മൾ ഇഗ്നോർ ചെയ്തില്ലേ? അതേപോലെ തന്നെ ട്രെയിൻ മാത്രമല്ല, ബസ്സിലെന്താ എല്ലാം നമുക്ക് ആവശ്യമുള്ളതാണോ, നമ്മുടെ ആൾക്കാരാണോ നമുക്ക് ഇടപെടാം, അല്ലെങ്കിൽ മാറി. ഇതൊക്കെ തുടങ്ങി നമുക്ക് ഒരു ദിവസം ഇരുന്നാലും ഒന്നും ആവില്ല. അതുപോലെ
ഡിസ്കസ് ചെയ്യാൻ പറ്റത്. അൻസാരി സാറിനെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല പറഞ്ഞു സാബു സാറേ. മറ്റാർക്കും ഇല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം സർ. അൻസാരി സാറിനെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. ആ ഞാൻ ഓപ്ഷൻ കൊടുത്തായിരുന്നു. ഹലോ, ഞാൻ ഓപ്ഷൻ കൊടുത്തായിരുന്നു, ഓണാവുന്നില്ലേ? ഇവിടെ സാറിന് വേറെ വല്ല പ്രശ്നം ഇങ്ങോട്ട് നോക്കൂ സാർ. സാറിന് ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. കാരണം സ്കൂളിലെ പ്രിൻസിപ്പൾ ആയിരുന്നു. മേരി സ്റ്റെല്ല മാം ആരെങ്കിലും ഉണ്ടോ? ചന്ദ്രകല മാം. ഓക്കെ, അപ്പൊ ഇന്ന് സാറിന് ഇപ്പോഴും പറ്റുന്നില്ലേ? സാർ ഒന്ന് പുറത്തിറങ്ങിയിട്ട് ഒന്നുകൂടെ കയറി വരൂ സാർ. സാറിനെ ഒന്ന് പുറത്തിറങ്ങി. സാർ ഞാൻ പുറത്ത് കളഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ കയറി വരും നോക്കാം. രാകേഷ് നാഷ് സാർ, ഇപ്പൊ വളരെ മനോഹരമായ ഒരു ക്ലാസ്. ഒത്തിരിയും കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു അറിവാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ പല പല കാരണങ്ങൾ കൊണ്ട് അതിന്റെ യഥാർത്ഥത്തിലുള്ള ഇഫക്റ്റീവ്നെസ്സിലേക്ക് എത്താൻ പറ്റുന്നില്ല. ഈ കുട്ടിക്കാലത്ത് തന്നെ ഇതുപോലത്തെ അബ്യൂസ് അങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ പിന്നെ ഒരിക്കലും അതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ജയൻ സാർ പറഞ്ഞ പോലെ ഒരു ലൈഫ് ലോങ് മെന്റൽ ട്രോമയിൽ കഴിയേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വരുന്നു. അങ്ങനെ പല പല കാര്യങ്ങൾ. അനുസരിച്ച് സാർ കേൾക്കാവോ? ഇത് കാരണം ചില ആൾക്കാർ കല്യാണം കഴിക്കാൻ കൂട്ടാക്കില്ല ഭാവിയില്. സാർ ഒന്നൂടെ പുറത്തുപോയി. അപ്പൊ അത്രമാത്രം മാനസികമായ തലത്തിൽ അത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയൊരു കാരണം. പക്ഷെ ഇങ്ങനെ ഒരു കാരണം ഉണ്ടെങ്കിൽ അത് സമൂഹത്തിൽ അതിനേക്കാളും വലിയ പ്രശ്നങ്ങളാകും. കുടുംബ ബന്ധങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും സാമൂഹിക ബന്ധങ്ങളിലും ഒക്കെ അത് മറ്റു തലങ്ങളിലുള്ള പ്രശ്നങ്ങളിലേക്ക് കടന്നു. ഇവിടെ എല്ലാം ആധികാരികമായി പറയുമ്പോൾ വളരെ കുട്ടിക്കാലത്ത് മുതലേ നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും വേണ്ട രീതിയിൽ ഇൻസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിൽക്കാലങ്ങളിൽ അതൊരു വലിയ ബുദ്ധിമുട്ടായി മാറും. പക്ഷെ ജയനന്ദൻ സാറിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ അത് ഒത്തിരി കാണാൻ സാധിക്കും. കാരണം സൈക്കോളജിക്കൽ തലത്തിൽ ജയനന്ദൻ സാറൊക്കെ ദൂരം കുട്ടികളെയാണ് ഈ ഒരു രീതിയിലുള്ള വ്യക്തികളെ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരും. അനുസരിച്ച് സാർ അൺമ്യൂട്ട് ചെയ്യാവോ? പറ്റുന്നില്ല. ചിന്തകളാ പറയും. സാബു സാർ അൺമ്യൂട്ട് ചെയ്ത് കൊടുത്താലോ? ഞാൻ കൊടുക്കുന്നുണ്ട് സാർ, പറ്റുന്നില്ല. എനിക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് പെർമിഷൻ കൊടുക്കാനേ പറ്റും. സാറിന് എന്തോ ടെക്നിക്കൽ പ്രോബ്ലം ആണ്. ചന്ദ്രകല മാം അൺമ്യൂട്ട് ചെയ്തല്ലോ, പറയുന്നുണ്ട്. ആസ് എ ടീച്ചർ സാർ ഒന്നും കൂടെ ഒന്ന് കൊടുത്തു നോക്കട്ടെ. സാർ ഒന്ന് ട്രൈ ചെയ്യും. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് വളരെ സന്തോഷകരമായ ഒരു വിഷു ആശംസകൾ നൽകിക്കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നാളത്തെ പാട്ടുവിശേഷത്തില് വിഷുവിനെ ബേസ് ചെയ്തിട്ടുള്ള പാട്ടുകളായിരിക്കും. ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവമാണ് വിഷുക്കാലം എന്ന് പറയുന്നത്. മേടപ്പുലരി, അങ്ങനെയല്ലേ രമാവതിമ പറയുന്നത്? പാട്ടുകൾ നമ്മുടെ ഗ്രൂപ്പില് ജോസഫ് ജോൺ സാർ ഇട്ട് ഓപ്പൺ ആയത് കേട്ടോ സാറേ.
യെസ് പറയൂ. ഇപ്പോഴും ഓപ്പണായി. ഞാൻ പറയട്ടാ. പറയൂ പറയൂ പറയൂ. യെസ് യെസ്. അതായത് എന്റെ വൈഫ് സെന്റ് മേരി സ്കൂളില് പത്തനാപുരത്ത് പണ്ട് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അതായത് നിന്റെ കല്യാണം കഴിഞ്ഞാൽ ഗവൺമെന്റിൽ ജോലി കിട്ടുന്നതിന് BEd പാസ്സായിട്ട് വന്നു കഴിഞ്ഞ ഉടനെ അപ്പൊ അവിടെ പിന്നെ UKG-യിലുള്ള ഒരു കൊച്ചുണ്ടായിരുന്നു. UKG നല്ല കൊഴുത്ത് തടിച്ച ഒരു കൊച്ചാണ്. ഈ കൊച്ച് ക്ലാസ്സിലിരിക്കും. അപ്പൊ ഇതിന് അവിടെ ആ പിള്ളേരെ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് 9ലും 8ലും 9ലും 10ലും ആണ് ഇംഗ്ലീഷ് എടുക്കുന്നത്. അവിടെ ചെറിയ സ്കൂളാണ്. അപ്പൊ ഈ കൊച്ച് പിന്നെ ക്ലാസ്സിൽ ഇരുന്നിട്ട് അവിടെ ഇതിന്റെ ഇതില് വിരലിടും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇടും. അപ്പൊ 2-3 പ്രാവശ്യം ഈ കൊച്ചിനെ വിളിച്ചിട്ട് മോളെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് ഞങ്ങളുടെ കുറെ അകലത്തിലുള്ള ഒരു റിലേറ്റീവ് ആണെന്ന് പറഞ്ഞു എന്നവള്. അപ്പൊ അത് അങ്ങനെ ആ കൊച്ചിനെ വിളിച്ച് ഇതെല്ലാം ചെയ്തപ്പോ മോളെ അങ്ങനെ ചെയ്യരുത്, വൃത്തികേടാന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവള് 2-3 പിന്നെയും ഈ കൊച്ചിത് റിപ്പീറ്റ് ചെയ്യും ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ അങ്ങനെ വിളിച്ച് ചോദിച്ചു, മോളെ ഇത് ആരാ പഠിപ്പിച്ചത്? അപ്പൊ അത് പറഞ്ഞു, അത് ഇവിടെ ഗൾഫില് പിന്നെ സിംഗിൾ റൂം ഇതിന്റെ അകത്ത് അബുദാബിയിലോ ദുബൈയിലോ എങ്ങാണ്ട് താമസിച്ചിരുന്നതാണ് ഇതിന്റെ ഫാദർ മദർ. എന്നിട്ട് ഈ കൊച്ച് സ്കൂളിലൊക്കെ ചേർക്കാൻ വരുമ്പോ അതിനുള്ള സാമ്പത്തികം ഒന്നും ഇല്ലാത്ത പാർട്ടിയായി. അപ്പൊ ആ കൊച്ചു പറഞ്ഞു, എന്റെ അപ്പ ഇടുവന്നു കേട്ടോ. അങ്ങനെയാ ഞാൻ കണ്ടതെന്ന്. അപ്പൊ അപ്പൊ ഈ പേരന്റിൽ നിന്ന് കിട്ടിയതാണ്. അങ്ങനെ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പിള്ളേരുടെ അടുത്ത് നമ്മൾ സൂക്ഷിക്കാത്ത ഒരു കാര്യം അതൊന്നും സംഭവം. പിന്നെ ഞാനിവിടെ ആറ്റിങ്ങൽ താമസിക്കുമ്പം ഞങ്ങളുടെ വീട്ടില് ആറ്റിങ്ങൽ താമസിക്കുമ്പം കേൾക്കുന്നുണ്ടോ? ആറ്റിങ്ങൽ താമസിക്കുമ്പം എന്റെ വീട്ടിലൊരു ജോലിക്കാരി വരും. അവള് തൂക്കാൻ വരുന്നിട്ട് ജോലിക്ക് അവർ 2-3 വീട്ടുകളിൽ തൂക്കാനൊക്കെ പോകുന്നു. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാം സാർ. ഓക്കെ. അപ്പൊ തൂക്കുന്ന അപ്പൊ ആ സ്ത്രീ അവിടുന്ന് കുറച്ച് അപ്പുറത്തോട്ട് മാറി വേറെ വീട്ടിൽ പോകുന്നുണ്ട്. അവിടെ ഒരു അമ്മൂമ്മ, അതായത് ഒരു ഗ്രാൻഡ് മദറും 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകൊച്ചുണ്ട്. ആ കൊച്ചിന് മൂത്ത ഒരുത്തൻ +2 കഴിഞ്ഞിട്ട് ബാംഗ്ലൂരുണ്ട്. ഇതിന്റെ അച്ഛനും അമ്മയും ഗൾഫിലാണ്. അപ്പൊ എന്തു പറ്റിയെന്ന് പറഞ്ഞാല് ഇവൻ ആഴ്ച തോറും ഇനി വരും. അങ്ങ് എഞ്ചിനീയറിംഗിന് ബാംഗ്ലൂർ എങ്ങാണ്ട് പഠിക്കും. ആഴ്ച തോറും ഇവൻ വരും. വന്നിട്ട് മേളില് 2 മുറിയുണ്ട്, ബെഡ്റൂമുണ്ട്. അവിടെയാ കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവനും കൊച്ചും കൂടെ പോയിട്ട് അവിടെ കിടക്കായിട്ട് ആ കൊച്ചു പ്രഗ്നന്റ് ആയി. അപ്പൊ ഇവര് ഞങ്ങളുടെ വീട്ടിൽ വന്നോട്ട് ഇനിയിപ്പം 3-4 ദിവസം അവിടെ പോണ്ടാന്ന് പറഞ്ഞു. അപ്പം എന്റെ വൈഫ് ചോദിച്ചു, അതെന്താ കാര്യം? എന്തുവാന്നൊന്നും അറിഞ്ഞൂടാ. അവരുടെ അമ്മയും അച്ഛനും കൂടെ വളരെ അർജന്റായിട്ട് വന്നു. അപ്പൊ എറണാകുളത്ത് അവരുടെ സ്വന്തക്കാരെ വീട്ടിൽ പോകണം, ബന്ധക്കാരെ കാണാൻ പോണം അർജന്റായിട്ടെന്ന്. അപ്പൊ കല്യാണമാണോ? കല്യാണമൊന്നുമല്ല, വേറെ ഒരു അത്യാവശ്യ കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ കൊച്ചിനെ അബോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുപോയത് 9ാം ക്ലാസ്സിലെ സ്റ്റുഡന്റ്, സ്വന്തം ബ്രദർ. അപ്പം അപ്പൊ ഇങ്ങനെയുള്ള കേസുകളിൽ പേരൻസിന്റെ അശ്രദ്ധയോ അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യമോ ഒപ്പിച്ചു കൊടുക്കുന്നത് കൊണ്ട് സോ മെനി കേസസ് ആർ ദർ. അത് നമുക്ക് സ്കൂളുകളിൽ നമ്മൾ അറിയാത്തതാണ്. അൻസാരി സാർ മ്യൂട്ടാണല്ലോ. അൻസാരി സാറെ മ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്യൂ.
യെസ്, ഉലഹന്നാൻ സാർ കൺക്ലൂഡ് ചെയ്തോളൂ. നമുക്കിത് അവസാനിപ്പിക്കാം സാർ. എന്തായാലും yes. അൻസാർ സാറ് മ്യൂട്ടായിട്ടാണ് കണ്ടത്, പിന്നൊന്നും കണ്ടില്ല. സാർ കട്ടായി പോയി. സാർ കട്ടായി പോയി. ബ്രേക്ക്. നമുക്കിത് അവസാനിപ്പിക്കാം. ഓക്കെ ഷെയർ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല വിഷു ആശംസിക്കുന്നു. നമുക്ക് നാളെ വീണ്ടും കാണാം. നാളത്തെ വിഷുവിന്റെ പ്രത്യേക പാട്ടുകളൊക്കെ ആയിട്ട് എല്ലാവരും വരിക. നമുക്ക് പാട്ടുകളൊക്കെ പാടി പുതുവർഷത്തെ ഒരിക്കൽ കൂടി വരവേൽക്കാം. ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.